പോഡ്കാസ്റ്റ് തുടങ്ങുന്ന സമയത്ത് വീക്കിലി ഒരു പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ഈ മന്ത്ലി 2-3 എപ്പിസോഡൊക്കെ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒന്നെങ്കിൽ ഗസ്റ്റിൻ്റെ ടൈം നോക്കണം, അല്ലെങ്കിൽ എൻ്റെ ടൈം നോക്കണം, പിന്നെ അതേപോലെ സ്റ്റുഡിയോൻ്റെ അവൈലബിലിറ്റി അതൊക്കെ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലാസ്റ്റിലത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം 1 മന്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള 4ാമത്തെ എപ്പിസോഡാണിത്. സോ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് നിസാം നസീറാണ്. നിസാമിനെ ഞാൻ പരിചയപ്പെടുന്നത് ലിങ്ക്ഡിൻ വഴി ആയിരുന്നു. അതായത് പേഴ്സണൽ ബ്രാൻഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കണ്ടൻറ്റുകൾ ആൾ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആളെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യം കോൺടാക്ട് ചെയ്ത ആളെയായിരുന്നു. അപ്പോൾ വെൽക്കം ടു മൈ പോഡ്കാസ്റ്റ്. പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് വലിയ ഇൻട്രൊഡക്ഷനിലോട്ടൊന്നും പോകാൻ പറ്റില്ല. കാരണം എനിക്ക് തോന്നുന്നത് ഈ ഒരു വാക്ക്, അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്ന വാക്ക് വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മുൻപൊക്കെ നമ്മളൊരു ബ്രാൻഡിനെ അറിയുന്നത് ഒരു ബ്രാൻഡ് അംബാസഡറിലൂടെ ആയിരുന്നു. അതായത് നമ്മളിപ്പോൾ ബൂസ്റ്റ്, ഹോർലിക്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഈ ധോണി, അതേപോലെ MRF നോക്കുകയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ, അതേപോലെ കേരളത്തിലോട്ട് വരികയാണെങ്കിൽ ഈ കല്യാണ്ടൊക്കെ പൃഥ്വിരാജ്, അങ്ങനെ ഓരോ ബ്രാൻഡും ബ്രാൻഡ് അംബാസഡറിലൂടെ ആയിരുന്നു അറിഞ്ഞിരുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം കൊണ്ടുവന്നതാണ് പേഴ്സണൽ ബ്രാൻഡിങ്. അതായത് ഇന്നത്തെ കാലത്ത് ഒരു ബ്രാൻഡിനെ എന്താ പറയുക റെപ്രസെൻ്റ് ചെയ്യുന്നത് അതിൻ്റെ ഓണർ തന്നെയാണ്. അതായത് മുൻപൊക്കെ ബ്രാൻഡ് അംബാസഡർ എന്നുള്ള പദവി ശരിക്കും അതിൻ്റെ ബ്രാൻഡിൻ്റെ ഓണർ തന്നെ ആയി മാറുന്നതാണ് ശരിക്കും പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് വൈഡ് റേഞ്ചിലോട്ട് പോകുന്നൊരു സബ്ജക്റ്റാണ് പേഴ്സണൽ ബ്രാൻഡിങ്. അപ്പോൾ അതിൽ അധികം ഇൻട്രൊഡക്ഷനൊന്നും ഞാൻ കൊടുക്കാൻ നിൽക്കുന്നില്ല. എനിക്ക് അതിൽ വലിയ നോളജ് ഇല്ല. പക്ഷേ എനിക്ക് കുറച്ച് മാസങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സബ്ജക്റ്റാണ് ശരിക്കും പേഴ്സണൽ ബ്രാൻഡിങ്. കാരണം ഞാൻ കുറച്ചായിട്ടേ ഉള്ളൂ ഇതിനെ പറ്റി റിസർച്ച് ചെയ്യാനും അല്ലെങ്കിൽ ഇതിൽ വർക്കൗട്ട് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ട്. ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയ സമയത്താണ് ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് ആലോചിച്ച് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്കതിൽ ഡീപ്പായിട്ട് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊന്നും തരാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. അപ്പോൾ നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റാണ്, അതേപോലെ കണ്ടൻറ് ക്രിയേറ്ററാണ്. പിന്നെ അപ്പോൾ നിങ്ങൾ ഇതിലോട്ട് എത്താനുള്ളൊരു മോട്ടീവ് അല്ലെങ്കിൽ ഇത് സെലക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും റീസൺ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ശരി, ഞാൻ +2 കഴിഞ്ഞു, BBAക്ക് പോയി. അതിനുശേഷം BBA ഡ്രോപ്പ് ചെയ്തു. പിന്നെ പല കോഴ്സുകളും കഴിഞ്ഞു. പിന്നീട് അതൊന്നും ഫുള്ളാക്കിയില്ല. അതിനുശേഷം അവിചാരിതമായിട്ടാണ് യൂട്യൂബിന്റെ സൈഡിലേക്ക് വരുന്നത്. കോണ്ടന്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള താല്പര്യം തുടങ്ങിയത്. കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അതിലൊരു കിക്ക് കിട്ടാൻ തുടങ്ങി. ചാനലുകൾ മോണിറ്റൈസ് ചെയ്യുക, റവന്യൂ ഉണ്ടാക്കുക, ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോയിക്കൊണ്ടിരുന്നു. നമ്മൾ പല ചാനൽസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അന്നത്തെ പോളിസീസ് ഒക്കെ ഡിഫറൻസ് ആയിരുന്നു. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. നമ്മൾ ഓക്കെയാണ് എന്നുള്ള സ്റ്റേജിലേക്കായി. പിന്നെ നമുക്ക് ടീം മെമ്പേഴ്സായി, കാര്യങ്ങളൊക്കെ ആയി. പക്ഷെ അന്നും ഒരു 2018 എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മറ്റു ചില ആളുകൾ ചെയ്യുന്ന കണ്ടിട്ട് വീഡിയോ പ്രൊഡക്ഷൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ നോളജ് മറ്റുള്ളവർക്ക് എത്തിക്കാം. ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഫ്രീലാൻസ് ആയിട്ട് ഞാൻ തന്നെ പോകുന്നു, ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നു, ഞാൻ തന്നെ ഷൂട്ട് ചെയ്യുന്നു. 2018 സമയത്ത് ആ സമയത്ത് തന്നെ നമുക്ക് അത്യാവശ്യം നമ്മളെ ക്ലയൻസിന് നല്ല റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ പിന്നീട് ഞാനത് ഡ്രോപ്പ് ചെയ്തു. കാരണം വെച്ചാൽ ഒരു ഫ്രീലാൻസിന്ന് ഒരു ഏജൻസി മോഡിലേക്ക് മാറ്റുമ്പോൾ കുറച്ചധികം ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് നല്ല ടീമിനെ വേണം. പക്ഷെ അതിനെക്കുറിച്ച് നോളജ് ഉള്ള ആൾക്കാർ കുറവാണ് യൂട്യൂബിന്റെ സൈഡിൽ നിന്നുള്ള. അപ്പോൾ എന്ത് ചെയ്തു, അതൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് യൂട്യൂബ് കോണ്ടന്റ് ക്രിയേഷനിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തു. കോണ്ടന്റ് ക്രിയേഷനിലോട്ട് മാത്രമായിട്ട് ഫോക്കസ് ചെയ്തു. പ്രൊഡക്ഷൻ സൈഡൊക്കെ ഞാൻ കുറച്ചു ഇല്ലാന്ന് തന്നെ ആക്കി. ആഫ്റ്റർ കൊറോണ ഒരു 2 കൊല്ലമൊക്കെ കഴിഞ്ഞു. ആ 2 കൊല്ലത്തിനിടയിൽ ചാനൽസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നു. ടീം മെമ്പേഴ്സ് ഉണ്ട്. വീണ്ടും നല്ല സ്മൂത്തിൽ പോകുന്ന സമയത്താണ് എനിക്ക് പഴയ ആഗ്രഹം വീണ്ടും വരുന്നത്. അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ചെയ്യാനെന്ന് ഒരുപാട് ആൾക്കാരുണ്ട് വീഡിയോ എടുത്ത് കൊടുക്കാൻ. അപ്പോഴാണ് ഞാൻ അതിൽ നിന്ന് എന്ത് യുണീക്ക്, ഇതിന് എന്ത് പേര് വിളിക്കണം എന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല. പലരും പല പേര് ഈ ചെയ്യുന്ന കാര്യത്തിന് എന്ത് കാറ്റഗറി പെടുത്തണം എന്നല്ല. ചിലർ പറയും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയും, ചിലർ പറയും കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ലേബിളിൽ അറിയപ്പെടാൻ ആഗ്രഹമില്ല. അങ്ങനെയാണ് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് ആദ്യമായിട്ട് എത്തുന്നത്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ജസ്റ്റ് ഒരു കോണ്ടന്റ് സംസാരിക്കുക, നമ്മളെ ബിസിനസ് കുറിച്ച് സംസാരിക്കുക, ഇതാണ് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്നാണ് ഞാൻ അപ്പോഴും മനസ്സിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് നമ്മളിത് വീണ്ടും വർക്കൗട്ട് ചെയ്ത് പല ക്ലയൻസിൻ്റെ ഇടയിൽ വർക്കൗട്ട് ചെയ്ത് വന്ന സമയത്താണ്, അതിൽ കുറച്ച് ഡീപ്പായിട്ട് പോയ സമയത്താണ് ബിസിനസ് വേറെയാണ്, പേഴ്സണൽ ബ്രാൻഡ് വേറെയാണ്. ബിസിനസ്സും പേഴ്സണൽ ബ്രാൻഡും ഓവർലാപ്പ് ചെയ്യാൻ പറ്റും. നാച്ചുറലി ഓവർലാപ്പ് ആവാം. അല്ലാതെ ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് എൻ്റയർലി ഡിഫറെൻറ്റ് ഗെയിമാണ്. അതായത് ബ്രാൻഡ്
ബിൽഡ് ചെയ്യാൻ അല്ലെങ്കിൽ ബ്രാൻഡിന് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നത് ഡിഫറെന്റ് ആണ്. ഡിഫറെന്റ് അത് നമുക്ക് സംസാരിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് സംസാരിക്കാം. എക്സാമ്പിൾ പറഞ്ഞാല് ലുലു എടുത്തു കഴിഞ്ഞാല് ലുലു തകർന്നാൽ യൂസഫലിക്ക് ഒരു പ്രശ്നമല്ല, യൂസഫലിക്ക് എന്തെങ്കിലും പറ്റിയാലും ലുലുവിന് വലിയ പ്രശ്നം വരാനൊന്നും പോകുന്നില്ല. ഓൾറെഡി അതൊരു സ്ട്രോങ് ബ്രാൻഡാണ്. ലുലു നല്ലൊരു ബ്രാൻഡാണ്, യൂസഫലി ഒരു പേഴ്സണൽ ബ്രാൻഡാണ്. ഇത് രണ്ടും തമ്മിൽ ഡിപ്പെൻഡഡ് അല്ല. ഇതേപോലെ ആയിരിക്കണം ശരിക്കും ഒരു പേഴ്സണൽ ബ്രാൻഡ് നിൽക്കേണ്ടത്. നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസിന്റെ പേരിൽ നമ്മൾ അറിയപ്പെടുക എന്ന് പറയുന്നത് അത് പിന്നീട് പല ബുദ്ധിമുട്ടുകളിലേക്ക് നമ്മൾ പോകും. ഇപ്പൊ കറന്റ് സീനായിട്ട് എടുത്തു കഴിഞ്ഞാൽ റീസെന്റ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരാൾ ഇഷ്യൂ, ഞാൻ പേര് പറയുന്നില്ല, റീസെന്റ് ആയിട്ട് മൂപ്പര് പേരുണ്ട്, മൂപ്പര് സ്ഥാപനത്തിന് പേരുണ്ട്, മൂപ്പര് പല ഓണേഴ്സും ആ ഡയറക്ടേഴ്സും പറയുന്നത് എനിക്ക് ആളെ പേരിന്റെ കൂടെ അത് യൂസ് ചെയ്തുകൊണ്ട് ഇപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സ്ഥാപനത്തിനെതിരെ ആളുകൾ തിരിയാൻ തുടങ്ങി. അല്ലെങ്കിൽ അതിന്റെ ഒപ്പമുള്ള പല ഡയറക്ടേഴ്സ് ഉണ്ടാവും, ഈ ആളുകൾക്കെതിരെയും ഇവർ തിരിയാൻ തുടങ്ങി. അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോ അതൊരു പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് നിലവില് പല ആളുകളും തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു ടേമാണ്. ഇപ്പോ പറയുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ശരിയായ രീതിയല്ലാന്നുണ്ടോ? അതായത് ശരിയായ രീതിയിലല്ല. ഇതൊക്കെ എന്റെ പെർസ്പെക്റ്റീവുകളാണ്, ഞാൻ പഠിച്ച കാര്യങ്ങളാണ്. ഇതിൽ എതിരഭിപ്രായമുള്ള ആരും ഉണ്ടാവാം. ഞാൻ പറയുന്ന പൂർണ്ണമായി ശരിയെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് എന്തെങ്കിലും ഡിഫറെന്റ് ഗെയിമാണ്. നമ്മളൊരു ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് ഒരു ക്വാളിറ്റി വേണം. നമുക്കൊരു സാധനം മോശമായിട്ടുള്ളൊരു സാധനം നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്തിട്ട് ഒരു വട്ടം വിൽക്കാൻ പറ്റുള്ളൂ, പിന്നീട് റിട്ടൻഷനിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഉറപ്പല്ലേ? എത്ര വലിയ മാർക്കറ്റ് ചെയ്താലും. അതായത് മാർക്കറ്റിംഗിന്റെ പവർ കൊണ്ട് ചിലപ്പം സെയിലായി പോയിന്നിരിക്കാം, പക്ഷെ പിന്നീട് വരുന്ന സെയില് ആ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി കൊണ്ട് മാത്രം. ഇനിയൊരു പേഴ്സണൽ ബ്രാൻഡിങ് എടുത്തു കഴിഞ്ഞാൽ അതിലാരാണ് പ്രൊഡക്റ്റ്? ഒരു പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ ആസ് എ പേഴ്സൺ എന്നുള്ള നമ്മളാണ് പ്രൊഡക്റ്റ്. ഓക്കെ, നമ്മള് അതായത് നമ്മളെ പ്രൊഡക്റ്റ്, അതായത് നമ്മള് അടിപൊളിയല്ല വെച്ചോ, അതിന് ലോങ് ടൈമിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, ലോങ് ടൈമിലേക്ക് ആ പേഴ്സണൽ ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് ആകെ ചകപ്പൊക്കെ കാണിക്കാം, അങ്ങനെ പല കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് മുന്നോട്ട് പോകാം, പക്ഷെ ലോങ് ടൈമിലേക്ക് തിരിച്ചടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് ജസ്റ്റ് എന്ത് ചെയ്യാ, നമുക്കൊരു വിസിബിലിറ്റി കിട്ടും. ഷോർട്ട് ടൈമിലേക്ക് ഒരു വിസിബിലിറ്റി ചിലപ്പം കിട്ടിയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് കയറി പോയിരിക്കാം. പക്ഷെ അതായത് പേഴ്സണൽ മാർക്കറ്റിംഗ് ഉണ്ട്, പേഴ്സണൽ ബ്രാൻഡിങ് ഉണ്ട്. രണ്ടും ഡിഫറെന്റ് ആയിട്ട് കാണണം. പേഴ്സണൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാല് ഞാൻ അടിപൊളിയാണെന്ന് എല്ലാവരും അറിയിച്ചു കൊണ്ടിരിക്കുക. എന്റെ ഇത്ര കാറുണ്ട്, എന്റെ ഇത്ര വീടുണ്ട്, എന്റെ മറ്റേതുണ്ട്, എന്റെ മറിച്ചുണ്ട്, അങ്ങനെ അങ്ങനെ പല 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 രൂപത്തിൽ ഞാൻ എന്താണെന്ന് മാത്രം. അതായത് ഞാൻ ഒരു ഭയങ്കര സംഭവമാണെന്ന് കാണിക്കുന്നതാണ്. എക്സാമ്പിൾ മാർക്കറ്റിംഗ് ടൈമിൽ പറഞ്ഞാൽ പുൾ മാർക്കറ്റിംഗ് എന്ന് പറയലോ, സോറി പുഷ് മാർക്കറ്റിംഗ്. അതായത് നമ്മളിങ്ങനെ പുഷ് ചെയ്യുന്ന പണ്ട് സിനിമ എന്റെ ഫുൾ ഫിഗർ, അതായത് ഒരു പ്രാഞ്ചേട്ടൻ സ്റ്റൈൽ. ഞാൻ അവിടെ ഓഡിയൻസിനൊന്നും വാല്യൂ ഉണ്ടാവില്ല, ഓഡിയൻസ് എന്തായിക്കോട്ടെ, ഞാൻ എന്ത് കൊടുക്കും അവർ കണ്ടോട്ടെ, ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോവാം. രണ്ടാമത്തെ വെച്ചാല് നമ്മുടെ വാല്യൂസ്, നമ്മളെന്താണ്, നമ്മൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു, അതെങ്ങനെ, അത് മനസ്സിലാക്കിയിട്ട് ആൾക്കാർ നമ്മളിലേക്ക് വരിക. മനസ്സിലായി. ഇതാണ് ബെസ്റ്റ് കോൺസെപ്റ്റ്. അതായത് പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്നത് ശരിയായ വേർഷൻ ചിലപ്പോൾ ഇതാണ്, അതായത് അട്രാക്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമുക്ക് ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മളെ വാല്യൂ എന്താണെന്ന് മാത്രം പബ്ലിക്കലി എന്താ പറയാ മാർക്കറ്റ് ചെയ്യാൻ. അതായത് ലോയൽ ഫോളോവേഴ്സിന് ഉണ്ടാക്കിയെടുക്കാം. ലോയൽ ഫോളോവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളെ നന്നായി മനസ്സിലാക്കുന്ന, നമ്മളെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ അവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ, നമ്മളൊരു സോഷ്യൽ മീഡിയ പേജിൽ നിന്നിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എന്റെ പ്രൊഡക്റ്റ് അടിപൊളിയാണ്, എന്റെ സർവീസ് ഇതാണെന്ന് പറയുമ്പോൾ അതൊക്കെ റിലേറ്റ് ചെയ്യുന്നത് നമ്മളെ ബിസിനസ്സുമായിട്ടാണ്. അതായത് ഞാൻ ഉദ്ദേശിച്ചാല് ആ ബിസിനസിനെ കുറിച്ച് പറയണത് മോശമെന്നല്ല, പേഴ്സണൽ ബ്രാൻഡിംഗ് ആണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ബിസിനസ് കൊണ്ടുവരണം എന്നുള്ള ഉദ്ദേശത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബിസിനസ്സിനായിട്ടുള്ള കോൺഗ്രാജുലേഷൻ ചെയ്യണം. അത് എൻ്റെ വേറെ ഗെയിമാണ്. പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറയുന്നത് വേറെ ഗെയിമാണ്. ഇത് രണ്ടും രണ്ടാക്കി മനസ്സിലാക്കണം എപ്പോഴും. ഇത് രണ്ടും പലപ്പോഴും ഡിഫറെന്റ് എല്ലാവരും എല്ലാവരും വിചാരിക്കുന്നത് അതാണ് പേഴ്സണൽ ബ്രാൻഡിംഗ്. ഞാനൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഞാൻ അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ എക്സാമ്പിൾ ഈ സ്റ്റുഡിയോയുടെ അല്ല, അതൊക്കെ എന്താണ്, അതൊക്കെ ഓരോരു കാറ്റഗറി നോക്കുകയാണെങ്കിൽ മാർക്കറ്റിംഗ് വൈസ് ആണ്. മാർക്കറ്റിംഗ് അങ്ങനെ ചെയ്യുന്നത് അത് പ്യൂർലി മാർക്കറ്റിംഗും ബ്രാൻഡിങ്ങും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ,
മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പുഷ് ചെയ്തൊരു സാധനം വിൽക്കാൻ നോക്കുകയാണ് ചെയ്യുന്നത്. ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ മനസ്സിലാക്കിയിട്ട് ആൾക്കാർ ഇങ്ങോട്ട് വരും. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പല ടേംസ് യൂസ് ചെയ്യാം, പല രീതിയിൽ സംസാരിക്കാം. ഞാൻ പറയട്ടെ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ നോർമലി ഇതിൽ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല. അതായത് നമ്മളിപ്പോൾ ബ്രാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ബ്രാൻഡിനെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്രാൻഡ് അംബാസഡർ എന്ത് ചെയ്യും, അതിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ക്വാളിറ്റി അവർ പബ്ലിക്കലി ഇൻട്രൊഡ്യൂസ് ചെയ്യും. അതേസമയം ആസ് എ പേഴ്സണൽ ബ്രാൻഡ് എന്നുള്ള രീതിയിൽ അയാൾ എന്ത് ചെയ്യും, അയാളെ ക്വാളിറ്റി, അതേപോലെ അയാളെ എന്താണ് മുന്നോട്ട് വെക്കുന്ന, സമൂഹത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള ആൾ തന്നെ എന്ത് ചെയ്യും, അത് അവിടെയുണ്ട്. അത് എന്റെ ക്വാളിറ്റി ഇതാണെന്ന് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളെ സ്ട്രാറ്റജിക്ക് അവിടെ സ്ട്രാറ്റജിക്ക് ഭയങ്കര പ്രാധാന്യം ഉണ്ട് അവിടെ. നമ്മൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നമ്മൾ എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ള സാധനം നമുക്ക് വേണം. നമ്മളെ ഓഡിയൻസ് ആരാണെന്നുള്ള ഡിഫൈൻ ചെയ്യണം. അല്ലാതെ എല്ലാവർക്കും വേണ്ടി കോണ്ടന്റ് ഉണ്ടാക്കുക, എല്ലാവരും മുമ്പിലും പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ നടക്കൂല. അത് നമ്മളെ എനിക്ക് സിമിലർ തന്നെയാണ്. അതായത് ഇപ്പോൾ ബ്രാൻഡിനാണെങ്കിലും ഏകദേശം സെയിം കോൺസെപ്റ്റ്, ടാർഗറ്റ് ഓഡിയൻസ് ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. അതേപോലെ തന്നെ ഇതിലും ഏകദേശം ആ ഒരു ടേംസ് ഒക്കെ ഇതിലും ഉണ്ട്. ഇവിടെ ആക്ച്വലി നമ്മളാണ് പ്രൊഡക്റ്റ്, നമ്മൾ നന്നാവണം. ബേസിക്കലി ഏറ്റവും നല്ല പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ്. നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ പൊളി, നമ്മൾ അഭിനയിച്ചു കഴിഞ്ഞാൽ പൊളി. നമ്മളിപ്പോ MLM-ലൊക്കെ പോയിട്ട് കുറെ കാശുണ്ടാക്കി കുറെ അതൊക്കെ കാണിച്ച് പിന്നെ വീണ്ടും നമ്മൾ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് തിരിച്ചടിക്കും. മേ ബി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഷോർട്ട് ടൈമിലൊക്കെ ബെനിഫിറ്റബിൾ ആവും, പക്ഷേ ലോങ് ടൈമിലേക്ക് ചിലപ്പോൾ ബെനിഫിറ്റബിൾ ആവില്ല. കൃത്യമായിട്ട് അതൊരു പേഴ്സണൽ ബ്രാൻഡ് ആണെന്നല്ല, എനിക്ക് ഇന്നൊരാൾ പേഴ്സണൽ ബ്രാൻഡ് ആണോ അല്ലേന്നുള്ള ഞാൻ പറയുന്നില്ല. അതൊന്നും നമ്മളെ കയ്യിൽ നിൽക്കാറില്ല. പക്ഷെ നമ്മൾ പറയുന്നത് വെച്ചാൽ പേഴ്സണൽ ബ്രാൻഡ് വെച്ചാൽ നമ്മളെ കുറിച്ച് ആൾക്കാർക്ക് അറിയണം. നിങ്ങൾ മനസ്സിലാക്കിയത് പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയ ഈ ഒരു രീതിയിലാണ്. അതായത് മുമ്പ് നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ ബ്രോ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും വിചാരിക്കുന്ന വെച്ചാൽ നമ്മൾ ബിസിനസ്സിന് വേണ്ടി സംസാരിക്കലാണ് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്നാണ് മുമ്പ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു പുതിയ കാലത്ത് അല്ലെങ്കിൽ ഇന്റർനാഷണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു കോൺസെപ്റ്റ് ഒക്കെ എൻ്റർലി ഡിഫറെന്റ് ആയിട്ടുണ്ട്. അത് പേഴ്സണലി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ പൊതുവെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ഗ്രോത്ത് ചെയ്യിക്കാന്നുള്ളത്. ആക്ച്വലി ബിസിനസ് ഗ്രോത്ത് ചെയ്യിക്കാനല്ല പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത്. അത് വേറെ രീതിയിൽ നമുക്ക് നാച്ചുറലി വരും. നമ്മളെ ബിസിനസ് അതിന്റെ കൂടെ വരും, ഞാൻ പറയുന്നില്ല, ലിവറേജ് ചെയ്യപ്പെടും. അത് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യപ്പെടും. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളൊരു സെയിൽസ്മാൻ ആയിട്ട് മാറും. നമ്മളെ ബിസിനസിനെ കുറിച്ച് നമ്മൾ വീഡിയോസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സെയിൽസ്മാൻ ആവും. നമ്മൾ ശരിക്കും സെയിൽസ്മാൻ ആണല്ലോ. നമ്മളൊരു സോഷ്യൽ മീഡിയ ജസ്റ്റ് അത് മാത്രം നമ്മൾ ഷെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു കാറ്റഗറിയിലോട്ട് മാറും. ഇത് ഓവർലാപ്പ് ചെയ്യാം, എന്ത് ചെയ്യാം, ഇത് രണ്ടും കൂടി ഓവർലാപ്പ് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോയ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെ ബേസിക്കലി സ്ട്രാറ്റജിയാണ്. അതായത് നല്ല സ്ട്രാറ്റജി മനസ്സിലാവും. കാരണം ഞാൻ പറയല്ലോ, ഞാൻ ഈ ടേം അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് എന്നുള്ള ടേം അറിഞ്ഞു തുടങ്ങിയിട്ട് തന്നെ ഒരു കുറച്ച് കാലമായിട്ടേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്ട്രാറ്റജി എന്ന് പറയുന്ന സംഭവത്തിൻ്റെ പ്രാധാന്യം എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം അതിൽ എന്തെങ്കിലും ഫാൾട്ട് വന്നാൽ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ അതും കറക്റ്റായിട്ട് എനിക്ക് എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയാം. അതായത് എൻ്റെ അടുത്ത് ഒരു ക്ലയൻറ്റ് വന്നു. ആള് വേറെ സ്ഥലത്തു നിന്നാണ് പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അത്യാവശ്യം ഫോളോവേഴ്സ് ഉണ്ട്. മൂപ്പര് നമ്മളായിട്ട് മീറ്റിംഗ് ഇരുന്ന സമയത്ത് ആക്ച്വലി മൂപ്പരൊന്ന് ഓപ്പൺ അപ്പ് ആയപ്പോൾ മൂപ്പർക്ക് 2 മില്യൺ 3 മില്യൺ 4 മില്യൺ ഒക്കെ വ്യൂസ് ഉണ്ട്. പക്ഷെ ആക്ച്വലി ഓപ്പൺ ആയിട്ട് ഇരുന്ന സമയത്ത് മൂപ്പര് എന്നോട് പറഞ്ഞു വെച്ചാൽ മൂപ്പര് പോകാൻ ഉദ്ദേശിച്ച വഴി വേറെയാണ്, പക്ഷെ മൂപ്പരെ കോണ്ടന്റ് എത്തിച്ചത് മൂപ്പരെ വേറെ വഴിക്കാണ്. അത് നമുക്ക് പിന്നീട് കുറച്ചുകൂടി ഡീപ്പായിട്ട് സംസാരിക്കാം എന്തായാലും. അതായത് എന്ത് കോണ്ടന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്, ഇനി ഞാൻ പറയാം, കോണ്ടന്റ് മാത്രമല്ല പേഴ്സണൽ ബ്രാൻഡിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിംഗ് ബിൽഡ് ചെയ്യാൻ കോണ്ടന്റ് മാത്രമല്ല, ബാക്കി പല കാര്യങ്ങളുണ്ട്. ഓഫ്ലൈൻ ആയിട്ടുള്ള പരിപാടികൾ വേറെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറയും പോലെ സോഷ്യൽ മീഡിയയിൽ മാത്രം ഒതുങ്ങിയിരിക്കുന്ന ഒരു സംഭവം. സ്ട്രാറ്റജി എന്ന് പറയുന്നത് വെച്ചാൽ നമ്മൾ ഫസ്റ്റിലെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ട് പോകണം എന്നുള്ള നമ്മൾ തീരുമാനിക്കണം. എന്തായിരിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് തീരുമാനിക്കണം. നമ്മൾ എന്ത് മീൻസ് നമ്മൾ ഏത് ഓഡിയൻസിനോട് സംസാരിക്കുന്നത് തീരുമാനിക്കണം. വെറും വീഡിയോസ് ചെയ്യുക, റീച്ച് ആവുക, എത്ര ഫോളോവേഴ്സ് വരിക, ഇറ്റ്സ് നോട്ട് പേഴ്സണൽ ബ്രാൻഡിങ്. അല്ലെങ്കിൽ ആളൊരു പേഴ്സണൽ ബ്രാൻഡ് ആയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. റീച്ച് കിട്ടിയെന്ന് പറയാം. എന്തിനാണ് റീച്ച്? ഞാൻ എക്സാമ്പിൾ പറഞ്ഞ എന്റെ കേസ് ഞാൻ പറഞ്ഞ 2021 തോന്നുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാം പേജ് ആരംഭിക്കുന്നത്. ഇൻസ്റ്റാഗ്രാമിലേക്ക് വന്നിട്ടുള്ളൂ ഞാൻ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിരുന്നില്ല. ഞാൻ ഫുൾ യൂട്യൂബ് ആയിരുന്നു. ഞാൻ ഫേസ്ബുക്ക് ഇല്ല. പിന്നെ ഫേസ്ബുക്ക് യൂസ് ചെയ്യും, കണ്ടന്റ് എടുക്കാനും കാര്യത്തിനൊക്കെ യൂസ് ചെയ്യും. എൻ്റയർലി യൂട്യൂബ് ആ ഒരു പരിപാടിയിലായിരുന്നു.
കാരണം നമ്മളെ കോണ്ടന്റ് സുഹൃത്തായാലുമാണ്. 2020 ഇൻസ്റ്റാഗ്രാം പേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ഒന്ന് 2-3 വീഡിയോസ് ഇട്ടു, ഡ്രോപ്പ് ചെയ്തു. പിന്നെ വീണ്ടും വീഡിയോസ് സ്റ്റാർട്ട് ചെയ്തു. ഒരു 3-4 മാസം കൊണ്ട് 1 lakh ഫോളോവേഴ്സിലേക്ക് എത്തി. അതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 പ്രൊമോഷൻസ് ചെയ്ത് എനിക്ക് ചടച്ചു. പ്രൊമോഷൻസ് എന്ന പരിപാടി. കാരണം എനിക്കറിയില്ല ആ പ്രോഡക്റ്റ്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് ആ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയില്ല. പിന്നെ ഞാൻ ഇത് അടിപൊളിയാന്ന് പറയണ എനിക്ക് തന്നെ ഭയങ്കര തോന്നിയ സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നോണ്ട് ചെയ്തു. അത് ആ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമുക്ക് അറിയാത്തതുകൊണ്ട് 2-3 ചെയ്തു. ഒന്നിന്റെ ഫ്രണ്ടിനാണ്, അത് എനിക്കറിയാം. പിന്നെ ആ പരിപാടി നിർത്തി. അപ്പൊ എന്റെ മുമ്പിൽ ചോദ്യമുണ്ട്, എന്ത് 130+ ഫോളോവേഴ്സ് ഉണ്ട്, എന്താണ് എനിക്ക് കിട്ടിയത്? സംഭവം റീച്ച് ഉണ്ട്, 6 million വരെ വ്യൂസുമായി വീഡിയോസ് ഉണ്ട്. പക്ഷെ റീച്ച് പോയി. എന്താണ് എനിക്ക് കിട്ടിയത്? എൻ്റെ ഞാൻ ഡിഫറെന്റ് ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് വെച്ചാൽ എനിക്കറിയാം, ഞാൻ കോണ്ടന്റിൽ 10 വർഷത്തോളമായി. അപ്പൊ എന്ത് കോണ്ടന്റിൽ ആൾക്കാർ കാണുന്നു ഇപ്പോഴും അറിയിക്കും. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഈ കോണ്ടന്റ് ആയിട്ട് ഇത്ര ആൾക്കാർ കണ്ടു. അതുകൊണ്ട് എനിക്ക് എന്താണ് കിട്ടിയത്? അല്ലെങ്കിൽ എന്താണ് എന്റെ കരിയറിന് ഇത് ഗ്രോത്ത് ചെയ്തത്? അപ്പൊ ഞാൻ എന്താണ് ഉദ്ദേശിച്ചത്? അതൊന്നും നടന്നില്ല. അവിടുന്നാണ് ഞാൻ ഇതിന്റെ വേറൊരു ആസ്പെക്ട് മനസ്സിലാക്കുന്നത്. അതായത് എന്തിനാണ് ഞാൻ ഈ ടൈപ്പ് കണ്ടന്റ് ചെയ്ത് പോയത്? അതായത് അങ്ങനെ ഒരു തോട്ട് പിന്നീട് വരാൻ ഇപ്പൊ പല ആൾക്കാരും ആദ്യം നമുക്ക് കുറച്ച് ഫോളോവേഴ്സ് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ത്രില്ലായിരിക്കും. ആദ്യത്തെ 1 million നമുക്ക് സ്വർഗ്ഗമായിരിക്കും. അതൊക്കെ കിട്ടി, പിന്നെ കുഴപ്പമില്ല. പിന്നെ 3 million, പിന്നെ നമ്മൾ ആൾക്കാരിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ആൾക്കാർ എന്ത് ചെയ്യുന്നു? നമ്മളെ കാണുന്നു, പരിചയപ്പെടുന്നു, ഫോട്ടോ എടുക്കുന്നു. ഇതൊക്കെ നമുക്ക് ഒരു സമയം വരെ നമുക്ക് ഓക്കെ ആയിരിക്കും. പിന്നീട് കൃത്യമായിട്ടുള്ള ഒരു ഗോൾ ഇല്ലാന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇത് ബിൽഡ്? ഗോൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഓക്കെയാണ്. എന്താണ് ഗോൾ ഇല്ലാണ്ട് ഇത് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും ചടക്കും. ആ കൺസിസ്റ്റൻസി നഷ്ടപ്പെടും. ഞാൻ 4 മാസം 1 lakh എന്നുള്ള സാധനം അടിച്ച് പിന്നെ കുറച്ചെല്ലാം വീഡിയോസ് ചെയ്തു. പിന്നെ ഇപ്പോഴും ഞാൻ കറക്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ആ അക്കൗണ്ട് ഇപ്പോഴും ഉണ്ട് എൻ്റെ. ഞാൻ ഇടയ്ക്ക് വീഡിയോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒന്ന് മാറ്റി, സ്ട്രാറ്റജി മാറ്റിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കാവുന്ന രൂപത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗോൾ ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലായി. അതേപോലെ ഇതിപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്ന സംഭവം ഒരുപാട് മേഖലയിലുള്ള ആൾക്കാർ നല്ല രീതിയിൽ ഏറ്റെടുത്തൊരു സംഭവമാണ്. അതായത് ബിസിനസ്സിലായിക്കോട്ടെ, പ്രൊഫഷണലായിക്കോട്ടെ, ഇനിയിപ്പോൾ എന്താ പറയുക, സിനിമ ഫീൽഡ്, അതായത് ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, അങ്ങനെ ഒരുപാട് മേഖലകളിലുള്ള ആൾക്കാർ ഏറ്റവും നന്നായിട്ട് ഏറ്റെടുത്തൊരു കാര്യമാണിത്. എന്തുകൊണ്ടായിരിക്കാം ഇവരൊക്കെ ഇത്ര നല്ല രീതിയിൽ ഇതിനെ അക്സെപ്റ്റ് ചെയ്തത്? അല്ലെങ്കിൽ എന്തായാലും ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പം അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഞാൻ പറയുന്നത് വെച്ചാൽ ഫെയിം ആവേണ്ട വർക്ക് ചെയ്യരുത്, വർക്കാരുടെ ഫെയിം ആവണം. മനസ്സിലായോ? ഓക്കെ, അതായത് ഫെയിം ആവാൻ വേണ്ടി വർക്ക് ചെയ്യരുത്, വർക്കാരന് ഫേമസ് ആവണം. മോഹൻലാൽ മമ്മൂട്ടി ഫേമസ് ആയത് PR ഏജൻസികളോടല്ല, അവരെ കഴിവുകൊണ്ട. ഇഷ്ടംപോലെ നടന്മാരുണ്ട്, എല്ലാരും ഒരു ബ്രാൻഡ് ആയിട്ടില്ല. ഇപ്പോഴും അവരെ ഫിലിം ഓരോരുത്തർക്കും ഓരോ വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് PR വെച്ചിട്ട് കൊണ്ടുപോകാൻ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് കാലം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എൻ്റെ അടുത്തിട്ട് അവരുടെ പ്രൊഡക്റ്റ് എന്താ, അവരുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് സിനിമ. ആ സിനിമ ചോദില്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ, അല്ലെങ്കിൽ ഇവർ അഭിനയം അത് ചോദില്ലാന്നുണ്ടെങ്കിൽ കഴിഞ്ഞ്. അപ്പോൾ ഇത്രയും വലിയ നടന്മാരെ കിട്ടുമോ? അതിൽ എത്രത്തോളം ആൾക്കാർ ബ്രാൻഡ് ആയിട്ട് എന്നുള്ള ചോദ്യമുണ്ട്. അവരൊരു പേഴ്സണൽ ബ്രാൻഡ് ആവാൻ വേണ്ടിയിട്ട് അവർ പ്രത്യേകം അവര് ചിലപ്പോ PR ഒക്കെ സിനിമയ്ക്ക് വേണ്ടി ഇതായിരിക്കും. പക്ഷെ ഇത്രയും കൊല്ലം അവർ നിൽക്കുന്നത് അവരൊരു ബ്രാൻഡായി മാറിയെന്നുണ്ട്. അത് അവരെ വർക്കാരവരായിട്ടുള്ളതാണ്. ഞാൻ ഇപ്പോ ഉദാഹരണം, ഞാൻ ചെന്നിട്ട് ഞാൻ കുറെ ഫെയിം ആവാൻ വേണ്ടി കുറെ അത് ഇത് ചെയ്തിട്ട് കാര്യമില്ല. ചെയ്തെത്ര ആൾക്കാരുണ്ട് ഇവിടെ. അതായത് കയ്യിൽ പൈസ വന്നിട്ട് എന്ത് ചെയ്യുന്നു, സിനിമ എടുക്കാൻ വിചാരിച്ചു, സിനിമ എടുത്തു. എന്നിട്ട് എത്ര ആൾക്കാരോട് ഫേമസ് ആയിട്ടുണ്ട്, എത്ര ആൾക്കാർ ബ്രാൻഡ് ആയിട്ടുണ്ട്? ആരും ആയിട്ടില്ല. അവരെ അഭിനയിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഓക്കെ. ഇവൻ ദുൽഖർ മമ്മൂട്ടിയുടെ മോന്നുള്ള ലാബിലാണ് വന്നത്. പക്ഷെ എന്തെങ്കിലും ഇപ്പൊ വേറെ ഗെയിമാണ് മൂപ്പര് കളിച്ചുകൊണ്ടിരിക്കുന്നത്. മാറി. അതെന്താ, മൂപ്പര് വർക്ക് ഓക്കെയാണ്. ഇതാണ് ഞാൻ പറയുന്നത് വെച്ചാല് ഇവരൊന്നും ചിലപ്പോൾ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് സ്ട്രാറ്റജി ബിൽഡ് ചെയ്തല്ല പറയുന്നത്. കാരണം ആ ഒരു മേഖലയിലുള്ള ഇപ്പോൾ സിനിമേന്റെ വിട്, ഈ പ്രൊഫഷണൽസ് ഒന്നും ഇങ്ങനെ എന്തായിട്ടില്ല മുൻപൊന്നും. പബ്ലിക് അബ്ദുൽ കലാം, അദ്ദേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ബ്രോക്ക് എന്താണ് ഓർമ്മ വരുന്നത്? അദ്ദേഹത്തെ കുറിച്ച് പെട്ടെന്ന് ഓർമ്മ സത്യം പറയില്ല, എല്ലാവർക്കും 1-2 ആണെങ്കിലും എനിക്ക് മൾട്ടിപ്പിൾ വരും. കാരണം ആളെ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. ആള് എന്നാലും പെട്ടെന്ന് വന്നൊരു സാധനം എന്തായിരിക്കും? രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ മിസൈൽമാനാണ് മൂപ്പര്. ഇന്ത്യയുടെ മിസൈൽമാനാണ്. അതേപോലെ മൂപ്പര് രൂപം, ഒരു മുടി രൂപം, മൂപ്പര് സംസാരം ഭയങ്കര കൈൻഡ് ആയിട്ടുള്ള സംസാരമാണ്. രാഷ്ട്രപതിയാണെന്നുണ്ടെങ്കിലും മൂപ്പര് സംസാരം ഭയങ്കര കൈൻഡാണ്. മൂപ്പര് തോന്നുന്നുണ്ടോ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിട്ട് എന്തെങ്കിലും സ്ട്രാറ്റജി ഒരു ഏജൻസിനെ ഏൽപ്പിക്കുക? അല്ലെങ്കിൽ ഇല്ല. പക്ഷെ മൂപ്പര് ഇപ്പോഴും ബ്രാൻഡാ.
ഷുവറായിട്ടും മൂപ്പര് ഇപ്പോഴും ബ്രാൻഡാ, മൂപ്പര് ഏറ്റവും സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡാ. ടേം ഇപ്പോഴും വന്നിട്ടുണ്ടാവാം, പക്ഷെ ഇപ്പോഴും APJ എന്ന് പറഞ്ഞ APJ എന്ന് പറഞ്ഞാല് ആൾക്കാർക്ക് മറ്റാളല്ല വരിക. ശരിക്കും ബുദ്ധിയുള്ള ആൾക്കാരില് അല്ല ആ 3 സ്പെല്ലിങ് മതി. മതി. ഓക്കെ. അപ്പോ ഇതെന്താണ്, മൂപ്പരെ വർക്കാണ്, മൂപ്പര് ഫെയിം ആയിട്ടുള്ളതാണ്. ഇപ്പൊ ഒരു പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിൽ ആളെ എൻഡ് ഓഫ് ദ ഗോൾ എന്താണ്? ആളൊരു പ്രൊഫഷണലാണ്. എന്റെ ഗോൾ എന്ന് പറയുന്നത് എനിക്ക് നല്ലൊരു കരിയർ ഗ്രോത്ത് വേണം, നല്ല കമ്പനിയിൽ എനിക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യേണ്ടത്. അത് സോഷ്യൽ മീഡിയയിൽ കോണ്ടന്റ് ഇടുക എന്ന് മാത്രമല്ല, അത് ആളെ കമ്മ്യൂണിക്കേഷനിലായാലും ആളെ പെരുമാറ്റത്തിലായാലും ആളെ ബാക്കിയുള്ള കാര്യങ്ങളിലായാലും ഒക്കെ സെയിം ആണ്. അതിനിപ്പോ ഒരു പ്രധാന ചോദിച്ചില്ല എന്നോട്, ഒരു ആർമിയിൽ പെട്ട ഒരാള്, ആർമിയിൽ പെട്ട ഒരാൾ പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാൻ ഇന്നെ ആ യുദ്ധത്തിന് പോയി ഈ യുദ്ധത്തിന് പോയി വ്ളോഗ് ചെയ്തിട്ടല്ല. ആള് ബിൽഡ് ചെയ്യുന്നത് വേറെ രൂപത്തിലായിരിക്കും. ആളെ വർക്കിൽ ഫോക്കസ് ചെയ്യും. അല്ല, ഞാൻ കണ്ടിട്ടുണ്ട് ആർമിക്കാരെ ഇത് അങ്ങനെയല്ല. ഇപ്പോ നമുക്കങ്ങനെ ആർമിക്കാരൊക്കെ മനസ്സിലാകുന്ന വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ ഈ കാശ്മീർ അതുമായിട്ട് ഉള്ള വിഷ്വൽസ് കാര്യങ്ങളൊക്കെ അത് ആൾക്കാരൊക്കെ അതൊരിക്കലും ബ്രാൻഡിങ്ങിന്റെ ഭാഗമാവില്ല. അല്ല, നമുക്ക് അറിയാവുന്നെന്ന് മാത്രമേ. പക്ഷേ ഇതൊന്നും പേഴ്സണൽ ബ്രാൻഡിംഗ് ഒന്നല്ല. അവര് അതും യുദ്ധത്തിന്റെ അല്ല ഇടുന്നത്. അത് ചിലപ്പോ ഇൻഫർമേഷൻസ് പാസ് ചെയ്യാം, അതല്ല അവര് വർക്ക്സ്. അല്ല, അവരൊന്നും എനിക്ക് തോന്നുന്നത് പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യത്തേ ഇല്ല, ചെയ്യേണ്ട ആവശ്യമില്ല. ചെയ്യല്ലേ ചെയ്യാം. നാച്ചുറലി ചിലപ്പോൾ ഇത് ബിൽഡ് ആവും. അതായത് നാച്ചുറലി എനിക്ക് ആളെ പേര് ആ ടേംസ് ആണ് മനസ്സിലായത്. നാച്ചുറലി ബിൽഡ് ആവും. അത് നാച്ചുറലി ചിലപ്പോൾ ബിൽഡ് ആവും. അത് ഞാൻ പറഞ്ഞത് വർക്ക് കാരണം ബിൽഡ് ആവും. അതാണ് നമ്മൾ ശരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്. ശരിക്കും നമ്മൾ ഫോക്കസ്ഡ് ആവേണ്ടത് വെച്ചാൽ ആ ഒരു മേഖലയിലാണ്. അതായത് നാച്ചുറലി ഇത് ബിൽഡായി പോകണം, അല്ലാതെ നമ്മൾ അതിന് വേണ്ടി നാച്ചുറലി ബിൽഡ് ആണ് വെച്ചാൽ നമ്മൾ ബോധപൂർവം ചെയ്യാം. ഇത് ഞാൻ സംസാരിക്കുക വെച്ചാല് നാച്ചുറലി ബിൽഡ് ആയ ഒരു കേസാണ് പറയുന്നത്. നാച്ചുറലി അല്ലാണ്ട് ബോധപൂർവം നമ്മൾ ഇത് ചെയ്യണം. അതും വേറെ കാര്യമാണ്. അപ്പൊ നമ്മൾ നാച്ചുറൽ ബിൽഡ് ആയി ഇപ്പൊ ആരുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരെന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ബാക്കിയുള്ള ആൾക്കാരെ ഇൻസ്പയർ ചെയ്യാൻ പറ്റും. അതായത് അവരെ ഓഡിയൻസ് ആരാ, ആർമിയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന കുട്ടികൾ എന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോ ഒരു ക്യാമ്പസിൽ എന്നിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ആ രീതിയിലായിരിക്കും അവരുടെ ഓഡിയൻസിന്റെ ഇടയിൽ. ചിലപ്പോൾ അവരോട് ഇന്ന മേജർ എന്ന് വെച്ചാൽ അവർക്ക് അറിയായിരിക്കും, നമുക്കറിയണമെന്നില്ല. കാരണം അവരുടെ ഇടയിലാണ്, അവരുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ ഇടയിൽ അവർ ഫെയിം ആണ്. ഇങ്ങനെ ഒരു സാധനം ഉണ്ട്. രണ്ടാമത് വെച്ചാൽ ബോധപൂർവം, അത് എന്തായാലും ഡിഫറെന്റ് ഗെയിം. അത് നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് ഒരു ഗോൾ സെറ്റ് ചെയ്ത്, അതായത് നമ്മളിപ്പോ ഒന്ന് നാച്ചുറലി അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പോ ഈ ഒരുപാട് മേഖലകളിൽ ഈ പേഴ്സണൽ ബ്രാൻഡിങ് വരുന്നതിന്റെ ഇതാണല്ലോ പറഞ്ഞത്. അപ്പോൾ കുറേയൊക്കെ അങ്ങനെ നാച്ചുറലി വരുന്നതാണ്, അല്ലാതെ അവർ ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ ടേംസ് ഉള്ളത് കൊണ്ടോ അല്ല. പക്ഷേ രണ്ടാമത്തെ കേസിൽ എനിക്ക് തോന്നുന്നത് ഇതേപോലെ ബോധപൂർവം നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പൊ അതെനിക്ക് തോന്നുന്നത് കൂടുതലും എക്സാമ്പിൾ ജസ്റ്റ് ഇതൊന്നുകൂടി ഒന്ന് ഞാൻ മനസ്സിലാൻ വേണ്ടി ജസ്റ്റ് എക്സാമ്പിൾ പറയാം. ക്രിസ്ത്യാനോ ഒരു കൊക്കക്കോളയുടെ സാധനം എടുത്തപ്പോ കൊക്കോളയുടെ ഡ്രോപ്പായി. ഇഷ്ടംപോലെ കളിക്കാർ ഇവിടെ ഉണ്ട്. വൈ ക്രിസ്ത്യാനോ പോർച്ചുഗൽ ടീമിലാണ് കളിക്കുന്നത്. ആ ടീം അത്ര വലിയ ടീമാണ്. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതില് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും നമ്മളെ കേൾക്കാൻ എത്ര ആൾക്കാരുണ്ട് അല്ലെങ്കിൽ നമ്മളെ കാണാൻ എത്ര ആൾക്കാരുണ്ട് എന്നുള്ളൊരു കാണാനുള്ള ആൾക്കാരൊക്കെ ആ കാണാനുള്ള ആൾക്കാർ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മളെ വർക്ക്. നമ്മൾ എന്താണ് ചെയ്യുന്നത് അതിൽ ഏറ്റവും അടിപൊളിയാവാന്നുള്ളതാണ്. അതായത് ക്രിസ്ത്യാനോ കളിക്കുന്നുണ്ട്, കളിയിൽ അടിപൊളി ആയതുകൊണ്ടാണ് ആളെ കേൾക്കാൻ ആൾക്ക് ഫാൻസ് ഉള്ളത്. പിന്നെ ആളെ ഡിഫറെന്റ് ഐഡിയോളജി കാര്യങ്ങളൊക്കെ കറക്റ്റ് എക്സാമ്പിൾ. ശരിക്കും ഒരു പേഴ്സണൽ ബ്രാൻഡിന്റെ കറക്റ്റ് എക്സാമ്പിൾ. ഞാൻ സോഷ്യൽ മീഡിയന്റെ പെർസ്പെക്റ്റീവിലോട്ട് വരിക. അതായത് സോഷ്യൽ മീഡിയയിലാണല്ലോ ഈ പറഞ്ഞ നമ്മളിപ്പോൾ പറഞ്ഞ ഇൻസിഡന്റ് നമ്മൾ കണ്ടത്. അപ്പം ആ ഒരു കേസിലോട്ട് ഈ വീഡിയോ വന്നതിന് ശേഷം ഒരു ലോകത്തുള്ള ഇത്ര ആൾക്കാരിലോട്ട് അത് സ്പ്രെഡായി. അപ്പം അത്രയും ആൾക്കാർ ഇയാളെ കാണാനുള്ളത് കൊണ്ടാണല്ലോ ഈ ഒരു സംഭവം ആൾക്കാർക്ക് മനസ്സിലായത്. അപ്പം അതുകൊണ്ടാണല്ലോ ആ കമ്പനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നത്. അപ്പോൾ എൻ്റയർലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ഇപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് ആയിക്കോട്ടെ, മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, നമ്മൾ നോർമലി കോമാളി അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. എങ്ങനെയാണെങ്കിലും നമ്മളെ കാണാൻ എത്ര ആൾക്കാരുണ്ട് അങ്ങനെയാണോ ശരിക്കും എൻ്റയർലി ഇത് വരുന്നത്? കാണാൻ എത്ര ആളുണ്ട് എന്നുള്ളത്. കാരണം ക്രിസ്ത്യാനോന്റെ എത്ര ആളെ നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റും. ഡെഫിനറ്റ്ലി എനിക്ക് ഇതിലൊരു എക്സാമ്പിൾ കൂടി വേണം. അതായത് ഇപ്പോൾ ക്രിസ്ത്യാനോ ഇങ്ങനെ ചെയ്തുകൊണ്ട് എന്ത് ചെയ്തു, ആൾക്കാർ ഇതിൻ്റെ ഷെയർ ചെയ്യാൻ എന്താ കാരണം, അതിൻ്റെ റവന്യൂ നാളെ തൊട്ട് കുറയാൻ ചാൻസ് ഉണ്ട് എന്ന് ഒരു തോട്ട് വന്നത് കൊണ്ടാണോ? കാരണം ഫോളോ ചെയ്യുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യും. ഇത് ഇമ്പാക്ട് വെച്ചാൽ കൊക്കക്കോള എന്ന് പറയുന്ന ബ്രാൻഡിന്റെ സാധനം അവിടെ നിന്ന് എടുത്ത് മാറ്റുന്നു.
നമുക്ക് വേണമെങ്കിൽ എടുത്ത് മാറ്റാം. നമ്മൾ എടുത്ത് മാറ്റുന്നതിനേക്കാൾ പവർഫുൾ ആവുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ മൂപ്പരത് ഒരു സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ് ആയതുകൊണ്ടാണ്. സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡിന്റെ അയാള് ചെയ്യുന്നത് അനുകരിക്കാൻ ഒരുപാട് ആൾക്കാർ ഉണ്ടാവും. ശരിക്ക് ആളത് സ്ട്രോങ് പേഴ്സണൽ മാൻ ആണ്. ആൾ ഇന്നൊരു സാധനം മാറ്റി വെച്ചിട്ട് ഇന്ന വെള്ളം കുടിക്കുമ്പോൾ അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വെള്ളം കുടിക്കും, നിങ്ങൾ മറ്റു സാധനങ്ങളല്ല കുടിക്കേണ്ടത്. അത് പറയാൻ എന്തുകൊണ്ടും അർഹത ആൾക്കുണ്ട്. ആള് എൻറ്റയർലി ഹെൽത്ത് നോക്കുന്ന ഭയങ്കരമായിട്ട് കാര്യങ്ങൾ നോക്കുന്ന ഒരാളാണ്. മാത്രമല്ല ആൾ അത്രയും ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ആളാണ്, അത്രയും ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവിടെ വരുന്ന മെസ്സേജ് എന്ന് വെച്ചാല് ആള് ചെയ്തൊരു കാര്യം ശരിയായ കാര്യമാണ് ആള് ചെയ്തത്. അപ്പൊ അതെന്ത് ചെയ്യണം, പബ്ലിക്കലി നല്ല രീതിയിൽ ഏറ്റെടുക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളൊരു മെസ്സേജാണ് അവിടെ. അത് വെച്ചാൽ ഏറ്റവും വലിയ മെസ്സേജ് എന്ന് പറഞ്ഞാൽ സ്ട്രോങ് പേഴ്സണൽ മാൻ ആണെന്നുണ്ടെങ്കിൽ ഈ ലെവൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻഫ്ലുവൻസ് ഉണ്ടാവും, ഇമ്പാക്ട്ഫുൾ ആയിരിക്കും. അത് ഉണ്ടായാൽ സ്റ്റാൻഡേർഡ് ഉണ്ടായാൽ ചില മുവരെ വാക്കുക, നമ്മളെ വർക്ക്സ് അടിപൊളിയാക്കുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അടിപൊളിയാക്കുമ്പോൾ നാച്ചുറലി സാധനം സംഭവിക്കും. പിന്നെ ഇപ്പൊ കോമ്പറ്റീഷൻ ഫീൽഡാണ്. അപ്പോ പണ്ട് ഉണ്ടായ പോലെ ചിലപ്പോൾ ഇപ്പൊ ഉണ്ടാവണമെന്നില്ല, നിർബന്ധമല്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചുകൂടി നമ്മളെ എഫേർട്ട് ഇട്ടിട്ട് ചില സാധനങ്ങൾ പുറത്തേക്ക് എത്തിക്കേണ്ടി വരും നാച്ചുറലി. അതിലേക്ക് നമുക്ക് വരാം. അതായത് ഇപ്പോൾ നമ്മൾ നാച്ചുറലി ഉള്ള മാറ്റി വെക്കാം, നമ്മൾ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ബിൽഡ് ചെയ്യേണ്ട സ്കീം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നത് കൂടുതലും വരുന്നത് ബിസിനസ്സിൻ്റെ കേസിലാണ്. ഒരുപാട് നമ്മൾ ഇതിൻ്റെ എന്താ പറയുക എക്സാമ്പിൾസ് കാണുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞ പോലെ സ്ട്രാറ്റജി വെച്ചിട്ട് മാത്രം ചെയ്യാം. അങ്ങനെ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നതിന്റെ എന്താണ് അതിനെ പറ്റി? അതായത് നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നു പർപ്പസ് വേണം നമുക്ക്. അതായത് ഈ ഞാൻ ഉദ്ദേശിച്ചത് വെച്ചാല് ഇപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് ഈ ഒരു ഓണർ ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകത അവിടെ വരുന്നതുകൊണ്ടാണല്ലോ നമ്മൾ ഫോഴ്സ്ഫുള്ളി അത് ചെയ്യാൻ ആളോട് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ആളോട് പറയേണ്ട റീസൺ? കുറച്ച് റീസൺസ് എന്തായാലും ഉണ്ടാവും എന്തുകൊണ്ട് നിങ്ങൾ ചെയ്യണം എന്ന് പറയുന്നതിന്റെ കുറച്ച് റീസൺസ് അങ്ങനെ എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? അതായത് ഇപ്പൊ ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ആൾക്ക് വേണ്ടത് ബിസിനസ് ആണ്, എൻ്റെ വേണ്ടത് ബിസിനസ് ആണ്. അപ്പോ അതിന്റെ സ്ട്രാറ്റജി വേറെയാണ്. അതായത് അതിന്റെ കോണ്ടന്റ് ക്രിയേഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് എൻ്റെ ഡിഫറെന്റ് മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവിലേക്കാണ് അത് പോവുക. അതായത് നമ്മളെ പ്രൊഡക്റ്റ് അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ സെയിൽസ്മാൻ ആയിട്ട് നിൽക്കരുത്. അപ്പൊ നമ്മളൊരു ബ്രാൻഡായിട്ട് മാറാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. പിന്നെ അത് ചെയ്യാം, പറ്റില്ല എന്നല്ല പറയുന്നത്, അത് ഓവർലാപ്പ് ചെയ്ത് പോവാം പല കാര്യങ്ങൾ വെച്ചിട്ട്. നമുക്കത് എനിക്ക് തോന്നുന്നത് കുറെ കാലം കഴിഞ്ഞിട്ട് നമുക്കൊരു എന്താ പറയാ ട്രാൻസ്ഫോർമേഷനിലേക്ക് ഉണ്ട്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് പണി കിട്ടാതെ നോക്കണം. കാരണം ആ ബിസിനസിന് എന്തെങ്കിലും സക്സസ്ഫുള്ളി നടത്തിയ ആൾക്കാരുണ്ട്, എനിക്ക് തന്നെ എക്സാമ്പിൾസ് ഉണ്ട്. അതായത് എക്സാമ്പിൾ പറഞ്ഞാൽ ആ ബിസിനസ് പ്രോഡക്റ്റ് മോശമാണ്, ക്ലയൻസ് ആകെ പരാതി പറയുന്നു, ഇത് ഇയാളെ പേഴ്സണൽ ബ്രാൻഡിനെ ഹാം ചെയ്യും. ഇനി അയാൾ എന്ത് തുടങ്ങിയാലും അത് പണിയാവും. മനസ്സിലായോ? അത് പിന്നീട് ഒരുപാട് ആള് ചെയ്ത പ്രശ്നമല്ല, ആ ബിസിനസിന്റെ പ്രശ്നമാണ്. ഇവൻ അവിടെ വരുന്ന ഒരു കസ്റ്റമർ ക്ലയന്റ് കംപ്ലൈന്റ് പറയുന്ന സമയത്ത് പോലും മൂപ്പരെ മേത്തേക്ക് പോകുന്നത്. പിന്നെ മൂപ്പര് ഈ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്തിട്ട് വേറെ ബിസിനസ് തുടങ്ങിയാൽ മൂപ്പരെ മറ്റേ തുടങ്ങിയിട്ട് പൂട്ടിയതല്ലേ എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരും. അങ്ങനെ ഇത് രണ്ടും അതാണ് ബിസിനസിന്റെ പേരിലായിരിക്കും ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യേണ്ടത്. എൻ്റെ പേഴ്സണൽ ബ്രാൻഡ് സെപ്പറേറ്റ്ലി ബിൽഡ് ചെയ്യണം. അത് നാച്ചുറലി നിങ്ങൾക്ക് കൊണ്ടുവരും സെയിൽസ്. അത് ഇതിനെ എഫക്ട് ചെയ്യാം. അതിന് ഇതിന്റെ നെയിം ഉപയോഗിക്കാൻ പാടില്ല, നെയിം ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നും ഞാൻ പറയുന്നത്. നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മള് നിഖിൽ കാമത്തിന്റെ പോഡ്കാസ്റ്റുകൾ, നിഖിൽ കാമത്ത് എവിടെയാണ് സാർ അതിനെ കുറിച്ച് പറയുന്നത്? ഏതെങ്കിലും എപ്പിസോഡിൽ സെറോദനെ കുറിച്ചിട്ട് മീൻസ് ഗസ്റ്റ് ആരെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും പറയാന്നല്ലാതെ സെറോദനെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്? സന്ദീപ് മഹേശ്വരി എന്ന് വെച്ചാല് ഇഷ്ടംപോലെ കോണ്ടന്റുകൾ വെച്ചാല് ആളെ യൂട്യൂബ് ചാനലുണ്ട്, എത്രയാണ് അത്യാവശ്യം മില്യൺസ് ഉണ്ട്. ആൾക്ക് യൂട്യൂബിന്റെ റവന്യൂ പോലും എടുക്കുന്നില്ല. അതായത് നമ്മൾ എന്തെങ്കിലും ആൾക്കാരെ കൊണ്ട് വാങ്ങിപ്പിക്കാനാണ് വന്ന് നിൽക്കുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൾക്കാരുടെ മുമ്പിൽ നമ്മൾ സെയിൽസ്മാനാ. മറിച്ച് നമ്മൾ ആൾക്കാരെ പ്രോബ്ലങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് വാല്യൂസ് കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് വാല്യൂസ് എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളായിരിക്കാം, അത് കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇന്ന ആൾ അടിപൊളിയാണ്, ഈ ഒരു സാധനമാണ്, ആളെ പൊട്ടൻഷ്യൽ ഉണ്ട്, ആൾ ഇവിടെ ഒന്നും വിൽക്കാൻ വന്നിട്ടുള്ളതല്ല, നമുക്ക് ഉപകാരപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാനും അല്ലെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ
ഇതിനു വേണ്ടി വന്നിട്ടുള്ള ആളാണെന്നാണ് ആൾക്കാരെ മനസ്സിലാക്കാം. അതെത്രേ ഉള്ളൂ. സെയിൽസ്മാൻ ആവാണെന്നുണ്ടെങ്കിൽ ആയിക്കോ, ബുദ്ധിമുട്ട് പ്രശ്നമുള്ള കേസല്ല അത്. പക്ഷെ അത് നിങ്ങൾ സ്ട്രോങ് പേഴ്സണൽ ബെറ്റർ ഈ ഒരു ടൈം എടുക്കും, മെത്തേഡ് ഫോളോ ചെയ്യുന്നതായിരിക്കും. മറ്റേ ചെങ്കിൽ എന്തെങ്കിലും കിക്കായിട്ടുള്ള ബിസിനസ് ഒക്കെ കൊണ്ടുവരും, നിങ്ങൾക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് ഒക്കെ കൊണ്ടുവരും, കാര്യങ്ങളൊക്കെ കൊണ്ടുവരും, റവന്യൂ ഒക്കെ കൊണ്ടുവരും. മറ്റേതൊരു ലോങ് ടൈം പ്ലേ ആണ്. ഇതിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് ചിലപ്പോ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും, മാസീവായിട്ടുള്ള സാധനമായിരിക്കും. മനസ്സിലായി. ഇപ്പൊ യൂസ്ഫുൾ എടുത്തു കഴിഞ്ഞാല് അല്ല, അതൊക്കെ നമുക്ക് ശരിക്കും എക്സാമ്പിളായിട്ട് പറയാൻ പറ്റില്ല. കാരണം അതൊക്കെ നാച്ചുറലി വന്ന, കാരണം അതൊന്നും ആ ടേംസ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അല്ല, മൂപ്പര് അത്യാവശ്യം നല്ല രീതിയിൽ ഓക്കെ. അത് ഈ റീസെന്റ് എന്താ പറയാ, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വന്ന. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ വിചാരിക്കുക വെച്ചാല് സോഷ്യൽ മീഡിയ ആണ് പേഴ്സണൽ മാനേജ്മെന്റ് നമ്മൾ വിചാരിക്കുന്ന. ഇത് പറയാം, യൂസുഫലിയുടെ നാട്ടെ മീൻസ് നാടിന്റെ അടുത്തുള്ള ആളാ. തൃശ്ശൂരാണോ? തൃശ്ശൂരാണ്. അപ്പോ നാട്ടിക്കണ മൂപ്പര നാട്. ഞങ്ങള് ചെറുപ്പം മുതലേ യൂസുഫില് കേൾക്കുന്നുണ്ട്. നിങ്ങളൊക്കെ കേൾക്കാനായിട്ട് മുമ്പ് ഞങ്ങള് യൂസുഫിനെ കുറിച്ച് കേൾക്കാറുണ്ട്. അവിടുത്തെ ഇന്റർവ്യൂ മുൻപ് ഞങ്ങൾ വളരെ ചെറുപ്പത്തിൽ കേൾക്കുന്നുണ്ട്. വളരെ ചെറുപ്പത്തില് അത് ചിലപ്പോൾ നിങ്ങൾ ബിസിനസ്സുമായിട്ട് ബന്ധമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കേൾക്കാം. നാച്ചുറലി ഞാൻ പറഞ്ഞു, നമ്മൾ സാധാരണക്കാരെ പോലെ മീൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതൊന്നും ചിന്തിക്കാത്തൊരു സമയത്ത് തന്നെ മൂപ്പരെ കുറിച്ച് കേട്ടിട്ടുണ്ട്, മൂപ്പര് ഇന്റർവ്യൂവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ആ കോട്ടൺ മീൻസ് ആ ഒരു ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലമുണ്ട്, ഇതൊക്കെ കേട്ടിട്ടുണ്ട് ഓൾറെഡി. അപ്പോ അത് അന്ന് മുതലേ മൂപ്പരുണ്ട്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. അന്നേ സ്പ്രെഡ് അത് മെയിൽ ബേസിക് വർക്കാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സോഷ്യൽ മീഡിയ മാത്രമല്ല, സോഷ്യൽ മീഡിയ മാത്രം യൂസ് ചെയ്തിട്ട് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനൊക്കെ പറ്റും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല, നല്ല ആയുധമാണ്. പക്ഷെ നമ്മള് ബേസിക് നമ്മളെ പ്രൊഡക്റ്റ് നമ്മളിൽ എന്തെങ്കിലും വേണം, നമ്മളിൽ ഒന്നുമില്ല, നമ്മളൊരു പൊള്ളയെന്ന് വിചാരിച്ചിട്ട് നമ്മളെന്ന പ്രൊഡക്റ്റിന് വേണ്ടിട്ട് നമുക്കൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു അത് കൂടുതലും സംഭവിക്കുന്നത് ഈ ഇമിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് വേറെ ആളെ കണ്ടിട്ട് അതേപോലെ ചെയ്യാന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് പലപ്പോഴും ആവർത്തിച്ച് വരുന്ന പരിപാടിയാണ്. അപ്പം അവിടെ ആയിരിക്കും ഈ പ്രശ്നം കൂടുതലും സംഭവിക്കാൻ ചാൻസ്. കാരണം എനിക്ക് തന്നെ ഒരു അനുഭവം, ഇപ്പോൾ നമ്മളിപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ പറയുമ്പോൾ കുറേ സബ് കാറ്റഗറിയിലോട്ട് പോകും. അപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കണ്ടുവരുന്ന സംഭവമുണ്ട്, അതായത് ഡോക്യുമെൻറ്റേഷൻ. ഒരു മുൻപൊക്കെ ഒരു ടേംസ് ഉണ്ടായിരുന്നു, നമ്മളെന്തെങ്കിലും തുടങ്ങുന്ന സമയത്ത് നമ്മളത് പബ്ലിക്കലി ഷെയർ ചെയ്യാൻ പാടില്ല. എനിക്ക് തോന്നുന്നത് ഈ എന്താ പറയുക, മഹത്വചനങ്ങളൊക്കെ പറയും, ഈ ചാണക്യം അതിലൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പം അതിലൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, ഇങ്ങനെ കുറച്ച് ടേംസ് ഒക്കെ പറയാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് വെച്ചാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മളൊരു ബ്രാൻഡ് തുടങ്ങുന്ന ലോഗോ ക്രിയേഷൻ്റെ മുന്നേ അനൗൺസ് ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ട് ഡോക്യുമെൻ്റ് ചെയ്ത് പോകും. അപ്പോൾ ഞാനിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് റൺ ചെയ്യുന്ന സമയത്ത് എന്നോട് കുറേ ആൾക്കാരെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈം. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ അതിലൊരു താല്പര്യമില്ലാത്ത കാര്യത്തിലോട്ട് നമ്മൾ പോകേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനത് തുടങ്ങിയിട്ടില്ല. കാരണം അത് സെയിം ഇമിറ്റേഷൻ ആയിരിക്കും. അപ്പോൾ എന്തോ അത് സക്സസ് ആയിരിക്കാം, എല്ലായിരിക്കാം, എനിക്കറിയില്ല. നോർമലി എനിക്കറിയില്ല അത് സക്സസ് ആവുമായിരിക്കാം, പക്ഷെ ഞാനത് ചെയ്തില്ല, എനിക്കതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട്. അപ്പം നമ്മൾ ഫോഴ്സ്ഫുള്ളി എന്താ പറയുക, ഇതേപോലെ നമ്മളിത് ചെയ്യണം, അതുകൊണ്ട് നമ്മൾ ഇതേപോലെ മെത്തേഡ് ഫോളോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ഈ പറഞ്ഞ പോലെ ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ കാര്യത്തിൽ അത് സെയിൽസ്മാൻ ആയിട്ട് മാറാനൊക്കെ അത് ഡിഫറെന്റ് ഡോക്യുമെന്റേഷൻ നല്ല പരിപാടിയാണ്. അല്ല, ഞാൻ നല്ല രീതിയിൽ കണ്ടതിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു പേഴ്സണൽ ബ്രാൻഡിന്റെ ഭാഗമാക്കാൻ പറ്റിയ കാര്യം തന്നെയാണ്. ശരിയാണ്, നമുക്കത് കുറെ പേര് ചെയ്തിട്ട് കുറെ ബ്രാൻഡ്, കാരണം രണ്ട് ടേംസ് അതിൽ വരുന്നുണ്ട്. അതായത് അയാളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അയാളാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അയാളാണ് ഇതിന്റെ ഫേസ് ആയിട്ട് മാറുന്നത് പബ്ലിക്കലി. ശരിക്കും ബേസിക്കലി അത് ബ്രാൻഡിന്റെ ജേണിയുടെ ഒപ്പം ആളെ ജേണിയും കൂടി ഓവർലാപ്പ് ചെയ്തിട്ടാണ് കൊണ്ടുപോകുന്നത്. അതില് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല നല്ല പരിപാടിയാണ്. ഇതൊക്കെ അതിന്റെ റിസൾട്ട് അവർ തന്നെയാണ് പറയേണ്ടത്. ഇതിന്റെ റിസൾട്ട് അവർ തന്നെ പറയേണ്ടതാണ്. ചിലപ്പോൾ അവർ നല്ല സെയിൽസ് വന്ന ആൾക്കാരുണ്ടായിരിക്കാം. അത് ലോങ് ടൈമിലേക്ക് സസ്റ്റൈനബിൾ ആണോ എന്നുള്ളത് നമ്മൾ നോക്കിയിട്ട് അറിയണം. പക്ഷേ ഇപ്പോ ഒരു ട്രെൻഡ് ഉണ്ട്, അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഇപ്പൊ നോർമലി എന്ന് വെച്ചാല് ജോലി ചെയ്യുന്ന മോശം, ജോലി ചെയ്യുന്ന മോശമാണ്, നിങ്ങൾ ബിസിനസ് മാത്രം ചെയ്താൽ മതി, ഈ ഒരു സാധനം നിൽക്കുന്നതുകൊണ്ട് അതും ഒരു മാർക്കറ്റിംഗിന്റെ ഭാഗമാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അധികം ഏജ് ഇല്ലാത്ത കുട്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആൾക്കാരും പിള്ളേരൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ മോട്ടീവ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇൻസ്റ്റയില് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടിട്ട് ഇതേപോലെ നമുക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുമ്പോൾ മെയിൻ പ്രശ്നം വെച്ചാൽ നമ്മളിത് കാണുന്ന സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കും വീട്ടിൽ,
അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പ്ലാൻ ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഒരു ഫുഡിന്റെ റീൽ കണ്ടാൽ മതി. അത് നമ്മളെ കുറച്ച് അടുത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫുഡിലേക്കുള്ള ക്രേവിങ്സ് നമുക്ക് വരും. ഇതേപോലെ തന്നെയാണ് ഇങ്ങനത്തെ വീഡിയോസ് കാണുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളെ ഇതേപോലെ ചെയ്താൽ അപ്പോഴാണ് ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള മോഹം വരുന്നുണ്ടെങ്കിൽ ഡേഞ്ചർ. അല്ലെങ്കിൽ ഓൾറെഡി ഒരു ബിസിനസ് ചെയ്യാനുള്ള മോട്ടീവ് ഓൾറെഡി ഉണ്ട് അവർക്കൊരു പ്ലാൻ ഉണ്ട്, കൃത്യമായിട്ടുള്ള പ്ലാൻസ് ഉണ്ട്, മുമ്പേ ആഗ്രഹമുണ്ട്, കൃത്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ, അതിനെ ലിവറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്യുമെന്റേഷൻ ചെയ്യണമെന്നൊന്നും ഒരു പ്രശ്നമല്ല. അത് ബെനിഫിറ്റബിൾ ആവും. പിന്നീട് അത് വെച്ച് മാത്രം ഓടിക്കാൻ പറ്റില്ല ബ്രാൻഡിനെ. പിന്നീട് അതിൽ മാറ്റങ്ങൾ കാരണം എനിക്ക് തോന്നുന്നതേ നമുക്ക് ഇതിന്റെ സക്സസ് റേറ്റ് ഇപ്പൊ പറയാൻ പറ്റും. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സക്സസ് അത് ഓരോരുത്തരെ കാഴ്ചപ്പാട്. നമ്മള് ഒരു എന്താ പറയുക സ്ട്രാറ്റജി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്തെ അത് ഒരാൾ ചെയ്ത് സക്സസ്ഫുള്ളി ആയിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും നമ്മൾക്ക് തിരിച്ചറിഞ്ഞാൽ മാത്രമേ എത്രത്തോളം അത് ഇമ്പാക്ട്ഫുൾ ആണെന്ന് മനസ്സിലാവും. അപ്പൊ ഇതിന്റെ എനിക്ക് തോന്നുന്നു ഇതിന്റെ നെഗറ്റീവ് സൈഡ് ഇതുവരെ ആരും പറയുന്ന കേട്ടിട്ടില്ല. നെഗറ്റീവ് സൈഡ് പറഞ്ഞാൽ ഇതിന് ഭയങ്കരമായ നെഗറ്റീവ് സൈഡ് ഒന്നും ഇല്ല. അതേ സിമ്പിളാണ് നമ്മളാണ്. അതായത് നമ്മള് ഇത് ഫെയിൽ ആണെങ്കിൽ പോലും നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇപ്പോ നമ്മള് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ വ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, അതായത് ഇത് കാണിക്കാൻ വേണ്ടിട്ട് ബിസിനസ് തുടങ്ങുന്നു, ബിസിനസിന് വേണ്ടി ഇത് തുടങ്ങുന്നു, തമ്മിൽ വ്യത്യാസമുണ്ട്. സസ്റ്റൈനബിൾ ആവുക അല്ലെങ്കിൽ ഫെയിൽസ് ഉണ്ടായാലും കൺസിസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകാൻ ചില രണ്ടാമത്തെ കാറ്റഗറി ആര് ബിസിനസിന് വേണ്ടി ഇത് ചെയ്യുന്ന ആൾക്കാർ. നമ്മളവിടെ ചിന്തിക്കേണ്ടത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളെ പർപ്പസ് എന്താണ്. നമ്മൾ ബിസിനസ് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള പർപ്പസ് ആണെങ്കിൽ ഓക്കെ, അത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സാധനമാണ്. പുറമേക്ക് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അല്ലാതെ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് ഇറങ്ങേണ്ടതല്ല. അത് നമ്മൾ ചെയ്യണില്ല, നമുക്ക് മനസ്സിലാവും. അപ്പോ അത് കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി പരിപാടിയാണ്. പക്ഷെ പിന്നീട് ഒരു കാര്യമുണ്ട്, ഇതിന്റെ സ്കെയിലിംഗിലേക്ക് പോകുമ്പോൾ ആ ബ്രാൻഡിനെ വലിയ ഇതിലേക്ക് സ്കെയിൽ ചെയ്യാൻ അത് ചിലപ്പോൾ നാച്ചുറലി ചിലപ്പോൾ ഡോക്യുമെന്റേഷൻ ചെയ്യുമ്പോൾ നല്ല ആൾക്കാർ നമ്മളിലേക്ക് വരാം, നല്ല പ്രൊഡക്റ്റ് ആണ് മനസ്സിലാക്കി നമുക്ക് അതൊക്കെ ഉണ്ടാവും. ഡെഫിനറ്റ്ലി അടിപൊളി പരിപാടിയാണ്. അത്രേ ഉള്ളൂ. മനസ്സിലായി. അതേപോലെ ഇപ്പോൾ ഞാനിപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാലമായിട്ട് കേട്ടിട്ട്. അപ്പോൾ എനിക്കൊന്ന് വേൾഡ് വൈഡ് ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ച് തുടങ്ങിയിട്ട് തന്നെ കുറച്ച് കാലമായിട്ടുള്ളൂ. പക്ഷേ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് കണ്ട ഒരാളുണ്ട്, അതായത് ഈ അറ്റ്ലസ് ജ്വല്ലറി. അപ്പം അന്ന് നമ്മൾ ഈ വാക്കൊന്നും ഉപയോഗിക്കാറില്ലെങ്കിലും ഒരു ബ്രാൻഡിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് വന്ന ഒരാൾ ശരിക്കും മൂപ്പരായിരുന്നു. എൻ്റെ കേസിൽ ഞാൻ കണ്ട ആദ്യത്തെ ആൾ മൂപ്പരായിരുന്നു. ഇപ്പോൾ നോർമലി നമുക്കൊരു ബ്രാൻഡിനൊക്കെ കാണുന്ന സമയത്ത് ഇതിൻ്റെ ഓണർ ആരാന്നൊന്നും അറിയില്ല, അല്ലെങ്കിൽ ഒരാളെ കാണുന്ന സമയത്ത് അയാളെ ബ്രാൻഡിനെ നമുക്ക് ഓർമ്മ വരില്ല. ഇപ്പോൾ ഇയാളെ അതായത് അറ്റ്ലസ് രാമചന്ദ്രൻ എന്നാളെ മൂപ്പരെ കാണുന്ന സമയത്ത് നമുക്കറിയാം ആളെ ബ്രാൻഡാണ് അറ്റ്ലസ് ജ്വല്ലറി. അതേപോലെ അറ്റ്ലസ് ജ്വല്ലറിനെ കാണുന്ന സമയത്ത് നമുക്ക് ഇയാളെ അറിയാൻ പറ്റും. അപ്പം ആ സമയത്ത് ഈ ഒരു ടേംസ് യൂസ് ചെയ്ത ആളായിരുന്നു മൂപ്പര്. അപ്പം അതേപോലെ നിങ്ങൾ ഈ ഒരു പേഴ്സണൽ ബ്രാൻഡിങ് സ്ട്രാറ്റജിസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇതിലോട്ടൊക്കെ വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഏതെങ്കിലും സമയത്ത് നിങ്ങൾ കൂടുതൽ എന്താ പറയുക, നിങ്ങൾ ആദ്യമായിട്ട് അഡ്രസ്സ് ചെയ്ത ഒരാൾ അങ്ങനെ എന്തെങ്കിലും പറയാൻ പറ്റും? ഓക്കെ, ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ അറ്റ്ലസ് രാമചന്ദ്രന്റെ കേസ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അതായത് നമ്മളൊക്കെ അന്നത്തെ കാലത്ത് അറിഞ്ഞൊരു സംഭവം, അതായത് പണ്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം പണ്ട് പേഴ്സണൽ ബ്രാൻഡിങ്ങിനെ എല്ലാവരും കണ്ടെന്ന് വെച്ചാല് ബിസിനസിന് വേണ്ടി, നേരത്തെ നമ്മൾ സംസാരിച്ച പോലെ ബിസിനസിന് വേണ്ടി സംസാരിക്കുന്ന ആള് ഫേസ് ആവുന്നുള്ള കോൺസെപ്റ്റാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. ശരിക്കും മുമ്പ് അതിന്റെ ബ്രാൻഡ് ഐക്കണാണ്. അതായത് ആ ബ്രാൻഡ് ബ്രാൻഡ് അംബാസഡർ പോലെ അദ്ദേഹം ഒരു ഐക്കണാണ് ആ ബ്രാൻഡിന്റെ. അതിനപ്പുറത്തേക്ക് അറ്റ്ലസ് രാമചന്ദ്രനെ കുറിച്ചിട്ട് ബ്രോക്ക് എന്താണ് അറിയാം? ഇല്ല. ഇൻസിഡന്റ് വേറെ ഒന്നും നമുക്കറിയില്ല. പിന്നെ ആളെങ്ങനെയാണ് നമുക്ക് പേഴ്സണൽ മാൻ മീൻസ് ആള് പേഴ്സണൽ മാൻ തന്നെയാണ്, റെഡിയാണ്. പക്ഷെ നമുക്ക് ആളെ കുറിച്ച് അറിയില്ല. ആള് വേറെ ഒന്നും നമുക്ക് പറഞ്ഞു മീൻസ് വേറെ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. മനസ്സിലായി. പിന്നെ ആൾ ഓൾറെഡി ഒരു ബ്രാൻഡ് തന്നെയാണ്. കാരണം നാച്ചുറലി വലിയൊരു ബിസിനസ് മാനാണ്, ഒരു ഓണ്ടർപ്രണർ ആണ്. ഡെഫിനറ്റ്ലി അദ്ദേഹം നാച്ചുറലി ഒരു ബ്രാൻഡായിട്ട് മാറും. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തെ വെച്ചാല് ഞാൻ ഇന്നൊരാളെടുത്തിട്ട് ആളൊരു അടിപൊളി പേഴ്സണൽ ബ്രാൻഡ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറം ഞാൻ ഏറ്റവും നല്ല പേഴ്സണൽ ബ്രാൻഡിങ് കണ്ടിട്ടുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. അതായത് ഈ മത നേതാക്കന്മാരാണ് ശരിക്കും. ഇസ്ലാമിലാണെന്നുണ്ടെങ്കിൽ മുഹമ്മദ് നബി, ക്രിസ്ത്യൻസിലാണെങ്കിൽ യേശു, ബുദ്ധൻ, കൃഷ്ണൻ, ഇങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാരെടുത്തോ. ഇവരൊക്കെ പേര് പറയുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും മനസ്സിലേക്ക് വരും. ഓരോ കാര്യങ്ങളും മനസ്സിലായി.
ഇപ്പോ ചുരുക്കി പറഞ്ഞ ഇത് കുറച്ചുകൂടി ആഴത്തി പോണ കാലഘട്ടങ്ങൾക്ക് മുമ്പ്, അതായത് നമ്മള് ജസ്റ്റ് സംസാരിക്കുന്നത്, ഞാൻ എപ്പോഴും പറയാറുണ്ട് വീട്, അതായത് എനിക്ക് ഒരാളെ സ്വാധീനിക്കാൻ കഴിവുള്ള ഒരാളെ, അതാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മള് എപ്പോഴും കേൾക്കുന്ന വെച്ചാല് വീഡിയോ എടുക്ക്, പേഴ്സണൽ ബ്രാൻഡ്, കോണ്ടന്റ്, ഇതല്ല സാധനം, ഇതാണ് അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അതാണ് ഒന്നെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടത്, അല്ലെങ്കിൽ പഴയ ആശയം തന്നെ ഇപ്പോഴും വിശ്വസിക്കുന്ന ആൾക്കാരായിരിക്കാം. എന്റർലി ഇന്റർനാഷണലി ശരിക്കും പറയുകയാണെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് ആ ടേംസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ശരിക്കും ഞാൻ ഇനി പറയാൻ പോകുന്നതിൽ ഉദാഹരണം വിളിച്ചാൽ കുറച്ചുകൂടി മനസ്സിലാവും. അതായത് ഇപ്പോ എനിക്ക് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് മുഹമ്മദ് നബി. ഓക്കെ, മൂപ്പരെടുത്തു കഴിഞ്ഞാല് ഫസ്റ്റ് നമ്മളെ മനസ്സിലേക്ക് വരിക വെച്ചാല് അല്ലമീൻ. അത് ഇസ്ലാം വിശ്വാസികൾക്ക് അറിയാം, സത്യസന്ധനായുള്ള മനുഷ്യൻ എന്നാണ് കേൾക്കുക. മൂപ്പര് ജീവിതം അങ്ങനെ തന്നെയാണ്. ഒറ്റ ആളെ വെച്ചുകൊണ്ടാണ് ഒരു മതം ബിൽഡ് ചെയ്തത്. അതായത് മദീന, മക്ക എന്ന് പറയുന്ന സ്ഥലത്തെ ഒറ്റ ആളെ വെച്ചിട്ടുണ്ട്. ആ ഒരു ഒറ്റ ആളെ വ്യക്തിപ്രഭാവം, വേറെ ഒന്നുമില്ല. ഇപ്പൊ ഒരു ദൈവത്തെ പറഞ്ഞിട്ട് ദൈവത്തിലായിട്ട് വിശ്വസിക്കുന്നതല്ല, ഇന്നാള് പറഞ്ഞത് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. അത് ആളെ ഇൻഫ്ലുവൻസ് ആണ്, ആളത്ര വിശ്വാസം ആൾക്കാർക്ക്. അപ്പൊ ചരിത്രത്തിൽ ഞാൻ ഒരുപാട് വിശ്വാസമുണ്ട്. മൂപ്പര് ജീവിതം അങ്ങനെയായിരുന്നു. പിന്നെ മൂപ്പര് നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡറാണ്. അത്യാവശ്യം വലിയ കമ്മ്യൂണിറ്റിനെ അവിടെ ലാർജ് ആയിട്ട് ബിൽഡ് ചെയ്തു. ലോയൽ ആയിട്ടുള്ള ഫോളോവേഴ്സ്, അദ്ദേഹത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറുള്ള ആൾക്കാർ. എക്സാമ്പിൾ അന്നത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാല്, പിന്നെ ആള് നല്ല ലീഡറായിരുന്നു, ഏറ്റവും നല്ല ലീഡറായിരുന്നു. മാത്രല്ല ലീഡേഴ്സിന്റെ അടിയിൽ മൂപ്പര് എന്ത് ചെയ്യുന്നു, ഈ ഖലീഫന്മാരെന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്നു 4 പേരെ ബിൽഡ് ചെയ്തെടുത്തു. നല്ല ടീമിനെ ബിൽഡ് ചെയ്തെടുത്തു. അവരുടെ അടിയിൽ ഇഷ്ടംപോലെ വേറെ വേറെ ടീമുകളായിട്ട് ഫുൾ സ്ട്രക്ചറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഭയങ്കര സംഭവമായിട്ടെടുത്ത്. ആക്ച്വലി ആ ട്രസ്റ്റാണ് നമുക്ക് വേണ്ടത്. അതായത് ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മള് ഇൻഡത്തിലേക്ക് പോകേണ്ട കാര്യം, ഒരു വൈഡ് റേഞ്ചിലോട്ട് പോകുന്ന സംഭവമാണ്. അതായത് സ്ട്രോങ് ആണ്. നമ്മൾ ഈ കുറച്ചു കാലം മുൻപ് കേട്ടൊരു വാക്ക് മാത്രമല്ല ഇതിലെ, അല്ല ഇത് അതിന് അപ്പുറത്തേക്ക് ഉണ്ട്. നമ്മളെ പ്രൊഡക്റ്റ് നമ്മളാണ്. അപ്പൊ നമ്മൾ അടിപൊളിയാവുന്നതാണ് മെയിൻ. നമ്മൾ അടിപൊളിയാവുമ്പോൾ നമ്മൾ ഫേക്ക് ആവാന്നല്ല അർത്ഥം. നമ്മളിങ്ങനെ ഡെയിലി അടിപൊളിയായിക്കൊണ്ടിരിക്കുക, നല്ല കാര്യങ്ങൾ മീൻസ് നമ്മളെ ക്വാളിറ്റീസ് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, നമ്മളെ വാല്യൂസ് മാറ്റി ക്വാളിറ്റിയാണ്, അതാണ് ബ്രാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. പബ്ലിക്കലി കൊടുക്കാൻ. നമ്മൾ ചില ക്ലയൻസിന്റെ അടുത്ത് വരുന്ന സമയത്ത് എന്നാണ് എനിക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുക, എന്നാണ് ഞാൻ പറയും എനിക്കറിയില്ല. ഒന്നാം ദിവസം ഇവരിപ്പോ വർക്ക് ചെയ്താണ്, അതായത് അവർക്ക് എത്രത്തോളം ക്വാളിറ്റി ഉണ്ട് അതാണ് പുറത്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് നമ്മളെ കൊണ്ട് പറ്റുള്ളൂ. മീൻസ് സഹായിക്കാം, കമ്മ്യൂണിക്കേറ്റ് ആളെ വരുത്താനാണ്. അപ്പോ ആ മതങ്ങളെ ചട്ടപ്പാട് ബുദ്ധൻ ഇതേപോലെ തന്നെ പല കാര്യങ്ങള്. യേശു ഒരു ലാർജ് കമ്മ്യൂണിറ്റിനെ ബിൽഡ് ചെയ്ത ആളാണ്. ഇവരൊക്കെ ഒരൊറ്റ ആള് വെച്ചിട്ട് ഇത്ര വലിയ കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയത്. അത് വ്യക്തിപ്രഭാവം, അത് അവര് മോശമാണെങ്കിൽ നമ്മളിപ്പോ പറയുന്ന അത് ഏറ്റവും പീക്ക് സാധനമാണ്. കമ്പയർ ചെയ്യാനൊന്നും പറ്റത്തില്ല. എന്നാലും ഏറെക്കുറെ എക്സാമ്പിൾ അതാണ്. നമ്മളെ കുറിച്ച് പേര് പറയുമ്പോ നിസാം എന്ന് പേര് കേൾക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ആഷിഖ് എന്ന് പറയുന്ന പേര് കേൾക്കുന്ന സമയത്ത് ആൾക്കാർക്ക് എന്താണ് ഫീൽ ചെയ്യേണ്ടത്? ആൾക്കാർ ഉദ്ദേശിക്കുന്ന ഫീലിംഗ് വെച്ചാൽ ഇൻസ്റ്റയിലെ വീഡിയോ ചെയ്യുന്ന ഒരാളെന്നുള്ള ആ ഒരു സാധനം മാത്രം മതി എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കോണ്ടന്റ്സ് ഒക്കെ ചെയ്തോ. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വേണം. എന്നെ ഇപ്പൊ എന്റെ കേസ് പറയുന്നുണ്ടെങ്കിൽ വെച്ചാൽ എന്നെ ക്വാളിറ്റിയുള്ള മനുഷ്യനായിട്ട് ആൾക്കാർ കാണണം. അതായത് നമ്മളെ വാല്യൂ പ്രോപ്പറായിട്ട് ആൾക്കാർ മനസ്സിലാക്കണം. എന്റെ ഒരു പേഴ്സണൽ മൈൻഡ് ആണ്. ഞാൻ ആഷിഖിനായിട്ട് വന്നു, പോഡ്കാസ്റ്റിലേക്ക് വിളിച്ചു. ഇവിടുന്ന് പോകുമ്പോ ആഷിഖ് ചിലപ്പോൾ എന്റെ വീഡിയോസ് കണ്ടിട്ടോ അല്ലെങ്കിൽ ഇത് കണ്ടിട്ടോ വിളിച്ചിട്ടുണ്ടാവും. ഇയാൾ അടിപൊളിയാണല്ലോ എന്നൊക്കെ വിചാരിച്ചു. ഞാൻ ഇവിടെ വന്നിട്ട് എന്റെ റൂഡായിട്ടുള്ള പെരുമാറ്റമാണെന്നുണ്ടെങ്കിൽ ആഷിഖിന്റെ മുന്നിൽ എന്റെ പേഴ്സണൽ മൈൻഡ് ഫ്ലോപ്പായി. ഞാൻ അവിടെ ഭയങ്കര അടിപൊളി, ഇവിടെ ഒരു റൂഡ് പെരുമാറ്റമാണ് നിലയിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ മനസ്സിൽ പോയി ആഷിഖ് എന്ത് ചെയ്യും? അത് മറ്റൊരാളോട് പറയും. ഇയാൾ എന്ത് ചെയ്യും? ഓൾറെഡി നമ്മൾ ഫേമസ് ആണെന്നുണ്ടെങ്കിൽ സ്പ്രെഡ് ചെയ്ത് പോകും. അപ്പൊ നമ്മൾ അവിടെ പോലും സൂക്ഷിക്കണം വെച്ചാൽ നമ്മളത് നാച്ചുറലി കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ മിസ്റ്റേക്കുകൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അടിപൊളിയായിക്കൊണ്ടിരിക്കണം, ഡെയിലി നമ്മൾ അടിപൊളിയായിക്കൊണ്ടിരിക്കണം. അപ്പൊ അത് ഒരു വൈഡ് റേഞ്ചിലേക്ക് പോകുന്ന ഒരു കാര്യമാണ്. ഒരു പേഴ്സണൽ ബ്രാൻഡ് അല്ലാത്തതൊക്കെ മീൻസ് നമ്മളൊരു ഫേക്ക് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് എന്താ പറയാ, ഇത് തിരിച്ചടിക്കാനുള്ള ചാൻസ് തിരിച്ചടിക്കും. അതായത് തിരിച്ചടിച്ചതിന്റെ റീസെന്റ് ഉദാഹരണം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് മൂപ്പര് മോശമായിട്ടല്ല. അത് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാത്ത കാര്യമുള്ളൂ. അതായത് അമ്മേനെ തല്ലിയാലും
രണ്ടഭിപ്രായം ഉണ്ടാവും നാട്ടിൽ. ആക്ച്വലി പിന്നെ പേഴ്സണൽ കഴിയുമ്പോൾ ക്രൈസിസ് മാനേജ്മെന്റ് എന്നൊരു സംഭവമുണ്ട്. നമ്മൾ ഫെയിമിലേക്ക് പോകുന്നത്, അതായത് നമ്മളെ ഫേസ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കണം. അപ്പൊ ഒരു ക്രൈസിസ് ഉണ്ടായാലും അത് എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് അറിയണം. ഒന്നാമത്തെ കേസ് ഇത്. ഇത് നമ്മളൊരു പേഴ്സണൽ ബിൽഡ് ചെയ്യുമ്പോൾ ഓക്കെ ഞാൻ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിലൊരു ഫസ്റ്റ് നമ്മളൊരു പർപ്പസ് കണ്ടെത്തുക, ക്ലാരിറ്റി ഉണ്ടാക്കുക എന്നുള്ള സംഭവമൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം തീരുമാനിക്കും നമ്മൾ ഓഡിയൻസ് എന്നാണ്, അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ പ്രശ്നമുള്ളൂ. എൻ്റെ ഓഡിയൻസ് പേഴ്സണൽ ബ്രാൻഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രമുള്ളൂ. ഓക്കെ, ഞാൻ പോയിട്ട് അവിടെ ഡോക്ടർ ടിപ്സ് പറയേണ്ട ആവശ്യമില്ല, അപ്പോഴേ പ്രശ്നമുള്ളൂ. ആ ടാർഗറ്റ്. പിന്നെ വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് എന്നുള്ള രീതിയിൽ അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ഓൾറെഡി നമ്മൾ തീരുമാനിച്ച് വെച്ചിരിക്കണം. അതാളെ ബേസിക് ആളെ നേച്ചർ വെച്ചിട്ടായിരിക്കണം അത് സെറ്റ് ആക്കേണ്ടത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അതിന് ഞാൻ പറഞ്ഞത് ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറം ഒരു വ്യക്തി നന്നാവുക എന്ന് പറയുന്ന സാധനമുണ്ട്. ആ ഒരു വ്യക്തി നന്നാവുമ്പോഴാണ്, ആ ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉള്ളപ്പോഴാണ് നല്ലൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ പറ്റുക. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിരിച്ചടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ലോങ് ടൈമിൽ അത് പോകാനുള്ള ചാൻസ് ഡെഫിനറ്റ്ലി ഒരു ജഗബോഗാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരുണ്ടായിരിക്കാം. അല്ല, നമ്മൾ എന്തൊക്കെ സംസാരിച്ചു കഴിഞ്ഞാലും മേ ബി എല്ലാവരുടെ കേസിലും അതുപോലെ ആയിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് എന്താ ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. അതായത് നമ്മളതിന്റെ ഒരുപാട് കേസ് ട്രാൻസ്ഫോർമേഷനിലൊക്കെ പോയിട്ട് ഭയങ്കര എന്താ പറയാ ഒരു എന്താ പറയാ നന്മവരൊക്കെ ആയിട്ട് വന്ന ആൾക്കാരൊക്കെ ആവാം. നന്മവരാകുമ്പോതിന് മുമ്പ് ബാക്കിൽ വേറെ എന്തെങ്കിലും വരാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും കുറച്ച് പുറത്തേക്ക് വരും, അത്രേ ഉള്ളൂ. അല്ല, അങ്ങനെയല്ല. അതായത് ഈ സ്ട്രാറ്റജി ഒന്നും ഇല്ലാതെ എന്തെങ്കിലും ചെയ്തു പോയി ഡെഫിനറ്റ്ലി ഇപ്പോൾ ഉദ്ദേശിച്ചാല് സെലിബ്രിറ്റി ആവുക അല്ലെങ്കിൽ സെലിബ്രിറ്റി പോലെ ആവുക എന്നുള്ള ചിന്തിച്ചിട്ടാണ് ഈ കുറെ ഇങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ. അല്ല, എനിക്ക് കൂടുതലും ആൾക്കാർ ഫോക്കസ് ചെയ്യുന്ന ഒറ്റ കാര്യത്തില്ല, ഓഡിയൻസിന്റെ റീച്ച്. റീച്ച് എന്തിനാണ്? ആ റീച്ച് എന്തിനാണ് എന്നുള്ള ചോദ്യത്തിലാണ്. റീച്ച് എന്തിനാന്നല്ല ചോദിക്കുന്നത്, നമുക്ക് ആ റീച്ച് എന്തിനാണ്? നമ്മളെ പർപ്പസിന് ഓക്കെ ആണോ? നമ്മളെ ഗോളിന് ഓക്കെ ആണോ? ഇതിന് അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി 1 million കിട്ടിയാലും 4 million കിട്ടിയാലും ഒക്കെ ഓക്കെയാണ്. നമുക്കൊരു പർപ്പസ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. ഇല്ലാത്ത റീച്ച് നമുക്ക് ആവശ്യമുണ്ടോ? മീൻസ് നമുക്കല്ല, നമ്മളറിയാത്തൊരു ഓഡിയൻസിലേക്കാണ് പോകുന്നത്. അവിടെ ഡെഫിനറ്റ്ലി വിവാദങ്ങൾ ഉണ്ടാവാം, അവിടെ നമുക്കിതിൽ ആൾക്കാർ തിരിയാം. നമ്മളറിയുന്ന ആൾക്കാർക്ക് ഒരു പ്രശ്നമല്ല. ഓക്കെ, നമ്മളെ കമന്റ് ബോക്സിൽ ആ 2 സ്പ്ലിറ്റ് വരുന്നത് അതുകൊണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ? അത് എന്തായാലും ഡെഫിനറ്റ്ലി നെഗറ്റീവ് കമന്റ് വരും സോഷ്യൽ മീഡിയ. പക്ഷെ ഞാൻ പറയുവെച്ചാല് അതിൽ വെച്ചാല് നമ്മള് ആരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ആരാണ് നമ്മൾ ഓഡിയൻസ് എന്നുള്ളത് ഓൾറെഡി ഒരു പേഴ്സണൽ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു പേഴ്സണൽ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ആരാണ് നമ്മൾ ഓഡിയൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മളെ ഗോൾ എന്തായിരിക്കണം, നമ്മളെങ്ങനെയാണ് അറിയപ്പെടേണ്ടത്, ഇതൊക്കെ ഓൾറെഡി നമ്മൾ തീരുമാനിച്ച് ഒരു സ്ട്രാറ്റജി ഒക്കെ ബിൽഡ് ചെയ്ത് അതിന് ബേസ് ചെയ്ത് മാത്രം പോവാം. തിരക്കടിക്കരുത്. തിരക്കടിച്ചാൽ നടക്കൂല. എന്താ പറയാ, ചാടി ഇറങ്ങി ഇപ്പൊ റീച്ച് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, എനിക്ക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് അത് നമുക്കറിയാം, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞത്, എനിക്ക് നല്ല റീച്ച് വേണമെന്നുണ്ടെങ്കിൽ, എനിക്ക് കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കോണ്ടന്റ് യൂസ് ചെയ്തിട്ട് എന്നെ റീച്ച് ആക്കി അറിയാം. എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മിസ്റ്റർ ബീസ്റ്റിന്റെ അതാണോ? അങ്ങനെയല്ല, കോണ്ടന്റ് കയ്യിൽ പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ കോണ്ടന്റ്സിൽ യൂസ് ചെയ്തിട്ട് എന്നെ റീച്ച് ചെയ്യിക്കാം. എനിക്ക് എന്ത് പറഞ്ഞാലാണ് ഞാൻ വൈറലാവുക, എന്റെ ഫേസ് ഏറ്റവും കൂടുതൽ പേരിലേക്ക് എത്തുക എന്നുള്ളതാണ് എനിക്കറിയാം. എന്റെ കാശ് ഉണ്ടെങ്കിൽ എനിക്ക് എന്താ, ഇവിടുത്തെ സെലിബ്രിറ്റികൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാരൊക്കെ കാശ് കൊടുത്ത് വരുത്തുന്ന ആൾക്കാരുണ്ട്, അതിനുള്ള ഏജൻസികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരൊപ്പം നിന്നിട്ടേക്ക് എന്ത് ചെയ്യുക, ഇവരൊപ്പം വീഡിയോസ് ഉണ്ടാക്കാം, കാര്യങ്ങളാക്കാം, അങ്ങനെ റീച്ച് ആക്കാം. പക്ഷെ എന്റെ പർപ്പസ് ഇതല്ല, എനിക്കത് വേണമെന്നുണ്ടെങ്കിൽ ഓക്കെ, എനിക്കതാവണ്ട. ഓക്കെ, അതായത് ഒരാളെ ആൾക്ക് ഇങ്ങനെ ഒരു സെലിബ്രിറ്റി മൂഡിലാണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ വരും വരായ്മകൾ ആള് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ട് വേണം അതിലേക്ക് ഇറങ്ങാം. ഓരോ ആൾക്കാർക്ക് ഓരോ ഇതാണ്. അത് നേരിടാനുള്ള ക്രൈസിസ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിലൊരു ഹരമുള്ള ആൾക്കാർക്ക് അങ്ങനെ പോവാം. അല്ല, സമൂഹത്തിന് കുറച്ചുകൂടി വാല്യൂസ് കൊടുത്തിട്ട് നല്ല രീതിയിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നെ നല്ലൊരു ക്വാളിറ്റിയുള്ള മനുഷ്യനായിട്ട് കണ്ടാൽ മതി, മറ്റൊരാളൊപ്പം ചേർത്തിട്ട് എനിക്ക് ക്വാളിറ്റി വേണ്ട. ഞാൻ മമ്മൂട്ടിയുടെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ള ക്വാളിറ്റിക്ക് വേണ്ട, ഞാനാണെന്ന് പറഞ്ഞിട്ടുള്ള ക്വാളിറ്റി മതി എന്ന് ചിന്തിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ഡെഫിനറ്റ്ലി നല്ലൊരു രീതിയിൽ സ്ട്രാറ്റജിക്കായിട്ട് മുന്നോട്ട് പോയിട്ട് വാല്യൂസ് കൊടുത്ത് സിമ്പിളായിട്ട് പോവാം. ജഗബോഗം ആക്കണ്ട, വളരെ സിമ്പിളായിട്ട് പോയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു, ചെയ്യേണ്ടതിൻ്റെ പ്രാധാന്യം അതൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊരു ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറേ ടൈംസ് സംസാരിച്ചിട്ടുണ്ട്, ഇത് അതിൽ വരുമോ എന്ന് എനിക്കറിയില്ല, എൻ്റെ ഒരു ഡൗട്ട് മാത്രമാണ്. ഒരു
ഒരാൾ പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിലോട്ട് പോവാണ്. സ്ഥാപനത്തിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതായത് നമ്മളെ പുറത്തുനിന്ന് നമ്മളെ വണ്ടി പാർക്ക് ചെയ്യാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വെൽക്കം ചെയ്യുന്ന സെക്യൂരിറ്റി മുതൽ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ടൈപ്പ് എംപ്ലോയീസും. അപ്പോൾ ഇവരൊരു ബാഡ് എന്താ പറയുക പെരുമാറ്റം, മോശമായിട്ടുള്ളൊരു പെരുമാറ്റം മതി ചിലപ്പോൾ നമ്മളാ ഒരു ബ്രാൻഡിനെ തെറ്റിദ്ധരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ ആ ബ്രാൻഡിനാണോ അല്ല, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് അവിടുത്തെ സ്റ്റാഫിൻ്റെ പെരുമാറ്റം മോശമായാൽ ചിലപ്പോൾ ആ വരുന്ന കസ്റ്റമർക്ക് ആ ബ്രാൻഡിനെ ചിലപ്പം വെറുക്കാനൊക്കെ ചാൻസ് ഉണ്ടാവും. എസ്പെഷ്യലി സെക്യൂരിറ്റീൻ്റെ ഒക്കെ കേസിൽ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കേസിലൊക്കെ വരുന്ന സമയത്ത് ഈ എന്താ പറയുക ആ ബ്രാൻഡിന് ആൾക്കാർ എന്ത് ചെയ്യും, ഒരു റീസണില്ല, ആ ബ്രാൻഡ് ക്വാളിറ്റിയിൽ ഒരു പ്രശ്നവും ഇല്ല, അതായത് നല്ല ക്വാളിറ്റിയുള്ള ഇത് കൊടുക്കുന്നുണ്ട്, ഒക്കെ റെഡിയാണ്. പക്ഷെ അവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു പെരുമാറ്റം കൊണ്ട് ആ ബ്രാൻഡിനെ റിജക്റ്റ് ചെയ്യും. അയാളൊരു ഫെയിമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് ചെയ്യും, ഇയാളത് പബ്ലിക്കലി അയാളത് പറയും, ഷെയർ ചെയ്യും. പക്ഷേ ഇങ്ങനൊരു ഇത് വന്നു കഴിഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യും, ബ്രാൻഡിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു കേസിലൊക്കെ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്ത് അല്ലെങ്കിൽ പേഴ്സണൽ ബ്രാൻഡിങ് ആ ഒരു ബ്രാൻഡിൻ്റെ ഓണർ പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അത് ഗുണം ഉണ്ടാക്കും. കാരണം അയാൾ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിയാണെന്നുള്ള നിലക്ക് ഈ ബ്രാൻഡിനെതിരെ എതിരായിട്ടൊരു ഇത് വന്നാലും അത് ഓവർകം ചെയ്യാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയാണ്, അത് ഉപകാരപ്പെടില്ലേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ ആൾക്ക് നല്ലൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്തു, കുറച്ച് ഓഡിയൻസിലേക്ക് ഉണ്ട്, ആൾക്ക് വേണ്ട ഓഡിയൻസിലേക്ക് മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സിമ്പിളായിട്ട് ഒരു അപ്പോളജി സോഷ്യൽ മീഡിയയിൽ ഇടാം. ഓക്കെ, അത് കാണാൻ ആൾക്കാരുണ്ടാവും. അതിലൂടെ എന്ത് ചെയ്യാം, ഇത് മേ ബി ഓവർകം ചെയ്യാൻ ഈസി ആയിട്ട് ചാൻസ് ഉണ്ട്. കാരണം എക്സാമ്പിൾ ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് നമുക്ക് സിമ്പിളായിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓഡിയൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നിരന്തരം. അപ്പൊ നമ്മളൊരു ബ്രാൻഡിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിവിടെ സംസാരിക്കാം. മറിച്ച് അത് വിൽക്കാൻ വേണ്ടിയിട്ടാവുമ്പോ അതിന്റെ പെർസ്പെക്റ്റീവ് മാറി. അതിലും പറയാട്ടാ, അതിലും പറയാം. അല്ല, അത് പറയാം. കാരണം അതിലും വരുന്ന രണ്ടാമത്തെ കാര്യം, നമുക്ക് ഓഡിയൻസ് ഉണ്ടല്ലോ, ഇതുവരെ പറഞ്ഞതിൽ തെറ്റിദ്ധരിക്കാൻ പെടാനുള്ള ചാൻസ് എന്ന് പറയാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ ബിസിനസിന് വേണ്ടിയിട്ട് സെയിൽസ് ഉണ്ടാകാൻ വേണ്ടി അത് കറക്റ്റ് എനിക്ക് മനസ്സിലാവും. അതായത് രണ്ടാക്കി വെക്കണം. അതായത് ഓൾറെഡി നിങ്ങൾക്ക് സെയിൽസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോണ്ടന്റ് ക്രിയേഷനിലേക്ക് പോകാം, ബിസിനസിന് വേണ്ടിയുള്ള കോണ്ടന്റ് ക്രിയേഷനിലേക്ക് പോകണം നിർബന്ധമായിട്ടും. നിങ്ങൾക്ക് സെയിൽസ് ഉണ്ടായി അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നു എന്റെ വാല്യൂസ് ആൾക്കാരിലേക്ക് എത്തിക്കണം, എനിക്കൊരു ബ്രാൻഡായിട്ട് മാറണം, എനിക്ക് വേറെ കുറെ ഗോളുകളുണ്ട്, ഞാൻ അതിൽ മാത്രം നിൽക്കേണ്ട ഒരാളല്ല എന്നൊക്കെ തോന്നലുണ്ടെന്നുണ്ടെങ്കിലാണ് പേഴ്സണൽ ബ്രാൻഡിങ്ങിലേക്ക് പോകേണ്ടത്, അല്ലെങ്കിൽ ഒരു പേഴ്സണൽ ബ്രാൻഡായിട്ട് മാറാനുള്ള സ്ട്രാറ്റജിയിലേക്ക് പോകേണ്ടത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ ബിസിനസിന്റെ കോണ്ടന്റിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ട്രാൻസ്ഫോം ചെയ്യാം. അത് ആ സമയത്ത് ആ രീതിയിലുള്ള സ്ട്രാറ്റജികൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ട്രാൻസ്ഫോർമേഷനിലേക്ക് പോകാൻ പറ്റും. മനസ്സിലായി. ഓക്കെ, ഇനി നെക്സ്റ്റ് ടൈമിലോട്ട് വരാം. അതായത് നേരെ ഓപ്പോസിറ്റ്, പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലാത്ത ഒരുപാട് മേഖലകളുണ്ട്. അതേപോലെ പ്രൊഫഷണലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ. എന്നെ അറിയാവുന്ന കുറച്ച് പേർക്ക് അറിയാം. ഞാൻ ഈ ഡെലിവറീൻ്റെ ജോബിനൊക്കെ പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഡെലിവറീൻ്റെ ജോബിനൊക്കെ പോകുന്ന സമയത്ത് വലിയ വലിയ ഫ്ലാറ്റിലൊക്കെ പോകുന്ന സമയത്ത് ലക്ഷറി വണ്ടികളും അങ്ങനെ കുറേ വാഹനങ്ങൾ ഇതൊക്കെ കാണാം. അതുപോലെ ഡെലിവറി കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വലിയ ബിസിനസ്സുകാരൊക്കെ കാണും. ഇവരൊന്നും എനിക്ക് ഒരു സ്ഥലത്തും ഞാൻ പബ്ലിക്കലി കണ്ടിട്ടില്ല. അതായത് ഈ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ അങ്ങനെ ഒരു സ്ഥലത്തും ഞാൻ ഇവരെ കണ്ടിട്ടില്ല, ഇവരെനിക്കറിയില്ല. അപ്പോൾ ഇവരൊന്നും ശരിക്ക് ഇങ്ങനെ ടേമോ കാര്യങ്ങളൊന്നും പിന്തുടരുന്നില്ല. പക്ഷെ അവരെ ബിസിനസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിന്യൂസ്ലി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്, ഇതൊന്നും ഇല്ലാതെ തന്നെ. അപ്പോൾ അവർക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നാണ്, ചിലപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, ആവശ്യമില്ലാത്ത ഫീൽഡ് ഉണ്ടാവില്ല കുറേ. അതേപോലെ ഈ പ്രൊഫഷണൽ ലൈഫിലോട്ട് വന്നാൽ, ഇപ്പോൾ ഞാൻ ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിനോട് അല്ലെങ്കിൽ ഈ IT-ലോട്ടൊക്കെ വരുന്ന ആൾക്കാരോടൊക്കെ പറയുന്നൊരു കാര്യം, നിങ്ങൾ സ്കില്ല് അച്ചീവ് ചെയ്യുന്നതിൻ്റെ കൂടെ ആ സ്കില്ല് എന്ത് ചെയ്യുക, സ്കില്ല് ഷോക്കേസ് ചെയ്യാനും നിങ്ങൾ എന്ത് ചെയ്യണം, ടൈം മാറ്റി വെക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ അതേ കേസിൽ തന്നെ ഞാൻ ലിങ്ക്ഡിനിൽ എടുത്തു കഴിഞ്ഞാൽ ഈ വലിയ വലിയ കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഈ കോടികൾ ഓഫറൊക്കെ കിട്ടിയ ആൾക്കാരുണ്ട്. ഇവരൊക്കെ സോഷ്യൽ മീഡിയ ലിങ്ക്ഡിൻ്റെ പ്രൊഫൈൽ ഞാൻ എടുത്തു നോക്കും. അപ്പോൾ ഇവരൊന്നും ഒരു പോസ്റ്റ് പോലും അവരെ പ്രൊഫൈലിൽ ഷെയർ ചെയ്തിട്ടില്ല.
ഇവർ ഷെയർ ചെയ്ത ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അതായത് ഇവർ എത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ള മാത്രമേ ഇവർ കറക്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. അത് മാത്രം മതി അവർക്ക് കിട്ടാൻ. കാരണം അതൊക്കെ വേൾഡ് വൈഡ് ആയിട്ടുള്ള ബ്രാൻഡുകളാണ്. അതായത് ഈ ഫേസ്ബുക്കിൽ ഇതൊക്കെ വർക്ക് ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ ഇനി ചെറിയതിൽ വന്നാലും ഇന്ത്യയിലുള്ള ഒരുപാട് ബ്രാൻഡിലൊക്കെ ഞാൻ ഇങ്ങനെ കയറി നോക്കും. ഒരുപാട് പേരെ പ്രൊഫൈൽ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട്. ഇതേപോലെ ബ്രാൻഡിൽ പോയിട്ട് അതിൽ പീപ്പിൾസ് ഉണ്ടാവുമല്ലോ, പീപ്പിൾസിൽ ചെക്ക് ചെയ്ത് നോക്കും എത്ര ആൾക്കാർ നല്ല രീതിയിൽ ബ്രാൻഡൊക്കെ പ്രൊമോട്ട് ചെയ്യും. ഒരാളും പോസ്റ്റ് പോലും ഷെയർ ചെയ്യുന്നില്ല. പക്ഷേ ഇവർക്കൊക്കെ നല്ല പാക്കേജിൽ ജോലി കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരൊന്നും ഈ ടേംസേ ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു കേസിൽ നമുക്കിത് ചെയ്യാതെ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉദ്ദേശിച്ചൊരു മേഖലയിലോട്ടോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പൊസിഷനിലോട്ടോ നമ്മൾ ഉദ്ദേശിച്ചൊരു ഒരു ലൈഫ് സ്റ്റൈലിലോട്ടൊക്കെ എത്താൻ പറ്റും. ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ടേം ഇല്ലാതെ തന്നെ എത്താൻ പറ്റും. അപ്പോൾ ആ ഒരു കേസിൽ നമ്മളിതിനെ ചെയ്യേണ്ട ആവശ്യമില്ലാത്ത ആൾക്കാരാണല്ലോ ഞാനിപ്പോൾ എണ്ണിയ ആൾക്കാരൊക്കെ. അപ്പം അങ്ങനത്തെ ഒരു കേസും നിലവിലില്ലേ? ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ലല്ലോ. അതിൽ ഒന്നാമത്തെ കാര്യം വെച്ചാൽ എല്ലാവർക്കും ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട്. അപ്പം ഞാൻ അവിടെ വന്നു, മുപ്പര കണ്ടു, ഓരെ എന്റെ കാഴ്ചപ്പാടിൽ മൂപ്പര് വീഡിയോഗ്രാഫർ, എനിക്ക് അത്ര കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കിട്ടിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് മൂപ്പര് ആരെന്ന് എനിക്കറിയില്ല. ഞാൻ ബ്രോനെ കണ്ടു, മൂപ്പരെ കണ്ടു, ഇവരൊക്കെ കണ്ടു. ഇവർക്കൊക്കെ ആള് ചെയ്യുന്ന ജോബില് ജോബ് എന്നല്ല, ഇവർക്കൊക്കെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട്. എല്ലാവർക്കും ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട്, നിലവിലുണ്ട്. അതായത് മറ്റൊരാൾ ഇയാളെ കാണുന്ന സമയത്ത് എന്താണ് ഫീൽ വരുന്നത്, അല്ലെങ്കിൽ എന്താണ് ഓർക്കുന്നത്, എന്റെ പേര് കേൾക്കുന്ന സമയത്ത് എന്താണ് ഓർക്കുന്നത്, ആഷിഖിന്റെ പേര് കേൾക്കുന്ന സമയത്ത് എന്താണ് ഓർക്കുന്നത്, എല്ലാവരും പേര് കേൾക്കുന്ന സമയത്ത് ഒരാള് ഡെയിലി വിളിക്കുന്നുണ്ട്. ഒരാള് എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് വിളിയൊന്നും ഉണ്ടാവില്ല. അവന്റെ വിളി കണ്ടറിയാം നമുക്ക് കടം ചോദിക്കാനാണ്. അവന്റെ വിളി കണ്ടറിയാം നമുക്ക് കടം ചോദിക്കാനാണ്. അപ്പൊ അവനെ കുറിച്ചുള്ള പേര്, അവന്റെ പേര് ABC എന്നാണെന്നുണ്ടെങ്കിൽ ആ ABC വിളിക്കുന്നത് കടം ചോദിക്കാൻ, അവൻ കടം ചോദിക്കുന്നവൻ എന്നുള്ള ഫീൽ നമ്മൾ മനസ്സിലാക്കാം. അതെന്തുകൊണ്ടാണത്? അവന്റെ പ്രവൃത്തി. അവ എപ്പോഴും കടം ചോദിച്ച് നടക്കുന്ന ഒരാളായതുകൊണ്ടാണ് ആ പ്രവൃത്തിയിലേക്ക് നമ്മൾ ആ ഫീൽഡിലേക്ക് എത്തിയത്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കേസ്. എല്ലാവർക്കും ഒരു പേഴ്സണൽ ബ്രാൻഡ് ഉണ്ട്, എല്ലാവരും പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം. രണ്ടാമത്തെ കേസ് വെച്ചാൽ സോഷ്യൽ മീഡിയ മാത്രമല്ല പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനുള്ള ഇടം. ഇതാണ് ഏറ്റവും വലിയ തെറ്റിദ്ധാരണ. ഈ നേരത്തെ പറഞ്ഞ നേരത്തെ ഡെലിവറിക്ക് പോയപ്പോൾ മറ്റാൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല എന്നുള്ളത്. ഡെഫിനറ്റ്ലി ഒരു പക്ഷേ ആളെ ടാർഗറ്റ് ഓഡിയൻസ് ആയിരിക്കണം എന്നില്ല ബ്രോ. ആളെ സർക്കിളില്, ആളെ നെറ്റ്വർക്കില് ആളൊരു ബ്രാൻഡ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ് ആവുന്നത്? അത് സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്നില്ല എന്നുകൊണ്ട് മാത്രം നിർബന്ധമില്ല. സോഷ്യൽ മീഡിയയിൽ അറിയിക്കുന്ന നിർബന്ധമല്ല. ഒരാളെ അപ്പിയറൻസ്, ചിലർക്കൊരു ഓറൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് ചിലർക്ക് ഒരു ഓറ ഫീൽ ചെയ്യുന്നത്? നാച്ചുറലി ഓറ ഫീൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അല്ലാത്തവർക്ക് ഓറ ഫീൽ ചെയ്യിപ്പിക്കാനൊക്കെ പറ്റും. അവരെ ഡ്രസ്സിങ്, അവരെ അപ്പിയറൻസ്, അവരെ കമ്മ്യൂണിക്കേഷൻ, പല കാര്യങ്ങളും വെച്ചിട്ട് അവരെ ഓറ ഫീൽ ചെയ്യിപ്പിക്കാം. പിന്നെ ഒന്നത് ബാഹ്യമായിട്ടുള്ളത്. രണ്ടാമത്തെ ആളെ നെറ്റ്വർക്കിൽ ആളെങ്ങനെയാണ്, ആള് ട്രസ്റ്റ് വർത്തിയാണോ, ആള് ട്രസ്റ്റഡ് ആണോ, ആള് വിശ്വസിക്കാൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് ബിഹേവ് ചെയ്യുന്നത്. ഇവൻ പുറത്തൊക്കെ ഒരു ടേം കണ്ടിട്ടുണ്ട്. അതായത് ഒരു ഹോട്ടലിൽ നമ്മൾ കയറണം, അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാരനായിട്ട് നമ്മൾ മോശമായിട്ടാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഒരു വെയിറ്ററായിട്ട് നമ്മൾ മോശമായിട്ടാണ് പെരുമാറുന്നുണ്ടെങ്കിൽ നമ്മൾ പേഴ്സണൽ ബ്രാൻഡ് ഹാം ചെയ്യപ്പെട്ടു എന്നാണ്. വ്യക്തി ആളെ മനസ്സിൽ മോശമായി, ആളെ മനസ്സിൽ മോശമായി കാണുന്ന എക്സാമ്പിൾ പറയാം. ഭയങ്കര വലിയ ഇൻഫ്ലുവൻസർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു, മറ്റേ ഇൻസ്റ്റഗ്രാമിൽ വന്നിട്ട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറണം, നമ്മൾ അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറഞ്ഞ്, എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എറണാകുളത്തേക്ക് വന്നു. എന്റെ നാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് വന്നു. എന്റെ ഒരു കോൺസെപ്റ്റ് എപ്പോഴും നമ്മളെ തലമണ്ടയിൽ ഉണ്ടാവില്ല. എന്ത് ഇന്ന എല്ലാവരും അറിയുന്നുള്ള സാധനം ഒന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയണം നിർബന്ധമില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ കയറി അവിടെ സെക്യൂരിറ്റി പറഞ്ഞിട്ട് ആളെന്തെങ്കിലുമൊക്കെ കാട്ടിയിട്ട് ഞാൻ പോയി. അല്ലെങ്കിൽ ആള് ചീത്ത പറഞ്ഞു, വെയിറ്റർ എവിടെ ഒരു ആയെന്ന് വെച്ചിട്ട് ഞാൻ ചീത്ത പറഞ്ഞാൽ ബഹളാക്കി വെച്ചോ. ചിലപ്പോൾ എന്റെ ഇപ്പോൾ 4 ഫ്രണ്ട്സ് ഉണ്ടാവും, അപ്പൊ കുറച്ച് മൂച്ച കൂടാൻ അയച്ചു കൂടുതലായിരിക്കും. ഇത് എന്നെ അറിയുന്ന ആൾക്കാർ അവിടെ ഉണ്ടാവും. എല്ലാരും വന്നിട്ട് ഇൻസ്റ്റ ചെയ്യണ വീഡിയോ ആളെല്ലാം ചോദിക്കില്ല. അപ്പൊ ഈ കാണുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഇയാളെല്ലാ സ്നേഹത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു. ഇപ്പൊ റീസെന്റ് ഒരു വിഷയം നടന്നു, റീസെന്റ് ഇപ്പൊ ഒരു കപ്പിൾസിന്റെ കേസിൽ നടന്നു. അപ്പോ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്, മനസ്സിലായ? അപ്പോ സോഷ്യൽ മീഡിയയിൽ വീഡിയോ ചെയ്യുക എന്നത് മാത്രമല്ല പേഴ്സണൽ സോഷ്യൽ മീഡിയ. നമ്മളെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പരസ്യം അല്ലെങ്കിൽ കാണിക്കുന്നത് മാത്രമല്ല ഈ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുന്ന സംഭവം. അത് നമ്മളെ വീട്ടില് നമ്മൾക്ക് നല്ല പേരില്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ കയറി ചെല്ലുമ്പോ നമ്മളെ ഭാര്യക്ക് നമ്മളെ വിലയല്ല, അല്ലെങ്കിൽ മക്കൾക്ക് വില മീൻസ് അങ്ങനെയല്ല, നമ്മളെ മോശം സ്വഭാവം കാരണം അവർക്ക് നമ്മൾ വീട്ടിൽ വരുന്ന ഇടങ്ങറാണ്. എന്നിട്ട് നമ്മൾ പോയിട്ട് സോഷ്യൽ മീഡിയയിൽ ഫാമിലി ലൈഫിനെ കുറിച്ച് സംസാരിച്ച് എങ്ങനെ ഇരിക്കും?
എന്റെ പൊന്നുമക്കളെ ഇത് കാണുന്ന ഇത് പിന്നീട് പുറത്തേക്ക് വരും. ഈ സർക്കിളിൽ എല്ലാവർക്കും അറിയാൻ പറ്റും ഇവൻ എങ്ങനെയാണ്. പിന്നെ അത് മെല്ലെ മെല്ലെ സ്പ്രെഡ് ആയിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു സംഭവമുണ്ട്. നമ്മളെ ആവശ്യമുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും സോഷ്യൽ മീഡിയ വീഡിയോ ചെയ്തിട്ട് ബിസിനസ് പിടിക്കണമെന്നില്ല. ആളെ നെറ്റ്വർക്കിൽ ആവശ്യമുണ്ട് മാത്രം ചെയ്താൽ മതി. പിന്നെ പ്രോ പറഞ്ഞ ലിങ്ക്ഡിന്റെ കേസിൽ എല്ലാവരും കോണ്ടന്റ് ക്രിയേഷനിലേക്ക് പോകണമെന്നില്ല. എല്ലാവരും പോകണമെന്നില്ല. അത് ഇഷ്ടമുള്ളവർ ചെയ്താൽ മതി. ഞാൻ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാ. കാരണം എനിക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയുന്നത് ടെക്സ്റ്റാ. എന്റെ കേസിൽ എനിക്ക് ഒരു വീഡിയോ ചെയ്ത് ഇതാക്കുന്ന സമയത്ത് ഞാൻ ഓഫീസിൽ പോകണം, ഞാൻ വീഡിയോ എടുക്കണം, കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ എന്റെ ഓട്ടത്തിന്റെ ഇടയിൽ ഇപ്പം നടന്നു വരില്ല. അപ്പൊ ഞാൻ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യണം. എനിക്ക് ഒന്നുകൂടി ഇഷ്ടമായത് ലിങ്ക്ഡിനാണ്. ബേസിക്കലി ഇഷ്ടമായത് ലിങ്ക്ഡിൻ. അല്ല, എനിക്ക് ഞാൻ പറയില്ല, ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള കാരണം, നിങ്ങളെ ശ്രദ്ധിക്കാനുള്ള കാരണം പോലും ഈ ടെക്സ്റ്റ് ബേസ്ഡ് കണ്ടന്റ്. ഇതുവരെ ഈ പോഡ്കാസ്റ്റിൽ വന്ന ആൾക്കാരൊക്കെ ഇതേപോലെ ടെക്സ്റ്റ് ബേസ്ഡ് കണ്ടന്റ് ഷെയർ ചെയ്ത ആൾക്കാരായിരുന്നു. അവിടുന്ന് കിട്ടുന്ന എനിക്കൊന്ന് കുറച്ചും കൂടി ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് ഞാൻ പറഞ്ഞത്. റീച്ച് പറഞ്ഞില്ല. എനിക്ക് 1 million 4 million 6 million ഒക്കെ വ്യൂസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ഒരു കുറെ കഴിഞ്ഞപ്പെട്ടാ ഒരു തരിപ്പം തോന്നിയിട്ടില്ല. പക്ഷെ ഇവിടെ എനിക്കൊരു 2 ലൈക്ക് കിട്ടിയാലും ഞാൻ സന്തോഷം. ഒരാൾ കമ്പനി അടിച്ചാൽ സന്തോഷം എനിക്ക്. ക്വാളിറ്റിയുള്ള ഓഡിയൻസ് ആണല്ലേ. ഇതാണ് ബേസിക്കലി. അപ്പോൾ ലിങ്ക്ഡിനിൽ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യണവർക്ക് ചെയ്യാം. അല്ലാത്തവർക്ക് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പ്രോ പറഞ്ഞില്ല കമ്പനികളൊക്കെയാണ്. ബേസിക്കലി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്കാണ് ഇത് കണക്ട് ചെയ്യുന്നത്. വർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്താണ് ചെയ്തിട്ടുള്ളത് വരെ, നമ്മുടെ ക്വാളിറ്റി എന്താണ്, നമ്മളെ വാല്യൂസ് എന്താണ്, നമ്മളെ എത്തിക്സ് എന്താണ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു സ്ട്രോങ് പേഴ്സണൽ വാല്യൂ ബിൽഡ് ആവുള്ളൂ. അതുകൊണ്ടാണ് അവർ സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഇത്രയും കാലത്ത് അവരുടെ എക്സ്പീരിയൻസ് ആണ് അവരുടെ പേഴ്സണൽ ബ്രാൻഡിന്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർക്ക് നല്ല പാക്കേജ് കിട്ടുന്നത്. ഞാൻ ഭയങ്കര സംഭവമായിട്ട് സോഷ്യൽ മീഡിയയിൽ അതൊക്കെ കാണിച്ച് ഞാൻ അങ്ങനെ കുറെ പോസ്റ്റ് ഇട്ട് ഇന്ന ജോലിക്ക് എടുത്തിട്ട് ഞാൻ കാര്യമില്ലെങ്കിലാ. പണ്ട് സി വിയിലുള്ള ഒരു പ്രശ്നമുണ്ട്. സി വിയിൽ നമ്മള് അല്ല നമ്മളെ സ്ഥാപനത്തിലൊക്കെ സി വി വരുമ്പോ ടൈം മാനേജ്മെന്റ്, ക്രിയേറ്റിവിറ്റി ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ ഇതൊന്നും ഉണ്ടാവില്ല. ഇതൊന്നും ടൈം മാനേജ്മെന്റ് ചെയ്തിട്ട് കാണാൻ ഇന്റർവ്യൂ 10 മണിക്ക് പറഞ്ഞാൽ ഇത്ര 10:15 മറ്റേ ഇതുണ്ട് ക്രിട്ടിക്കൽ സ്റ്റേജ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ക്രിട്ടിക്കൽ സ്റ്റേജ് ഫസ്റ്റ് റിസൈൻ ചെയ്ത് പോകുന്നുണ്ടാവും. മനസ്സിലായ? അപ്പൊ ഇതൊക്കെ നമ്മളെ എക്സ്പീരിയൻസും നമ്മളെ വർക്ക്സും നമ്മൾ ബേസിക്കലി നമുക്ക് എന്തെങ്കിലും ഉണ്ടാവണം. എന്നിട്ട് ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാനുള്ള സ്ട്രാറ്റജികളിലേക്ക് പോകുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തെങ്കിലും വീഡിയോ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കണ്ടന്റ് ചെയ്തുകൊണ്ടോ നമ്മളെ മുഖം കാണിച്ചുകൊണ്ടോ മാത്രം വരുന്നതും അല്ല പേഴ്സണൽ ബ്രാൻഡിങ്. നമുക്ക് പേരിട്ട് വിളിക്കാട്ടാ. ഇഷ്ടമുള്ളവർക്ക് പേഴ്സണൽ ബ്രാൻഡ്. അല്ല, ഞാൻ പേഴ്സണൽ ബ്രാൻഡിങ് എന്നൊന്നും പറയല്ല. ഞാൻ എന്താ പറയാ, സോഷ്യൽ മീഡിയയിലെ എന്താ പറയാ, നമുക്ക് പല പേരിട്ട് വിളിക്കാം. ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാം, കോണ്ടന്റ് ക്രിയേറ്റർ എന്ന് വിളിക്കാം. ഇതൊക്കെ ഗോളിനെ ബേസ് ചെയ്തിട്ടാ. എന്റെ ഗോള് നമ്മളിപ്പോ പണ്ട് മുതലേ കാണുന്ന സംഭവമാണ് യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സും. ശരിക്കും അവരും ഇതന്നെയല്ലേ ചെയ്യുന്നത്. അതിൽ എത്ര പേര് ബ്രാൻഡ് ആയിട്ടുണ്ട്? അത്ര ഉള്ളൂ ചോദ്യം. എത്ര ബ്രാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഭയങ്കര ട്രസ്റ്റ് വർത്തിയായിരിക്കും. ആളൊരു സാധനം പറഞ്ഞാൽ ഭയങ്കര ട്രസ്റ്റ് ആയിരിക്കും. ഇതൊക്കെ ഓവർലാപ്പ് ചെയ്യാട്ടാ. ഇൻഫ്ലുവൻസേഴ്സ് പേഴ്സണൽ ബ്രാൻഡ് ആയ ആൾക്കാരുണ്ട് ഡെഫിനറ്റ്ലി. ഞാൻ അതാണ് പറയാ. ഇതിപ്പോ നമ്മളിപ്പോ ഭയങ്കര തിയറിയൊക്കെ പറയും, നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. നമ്മളെ സംസാരം കേട്ടാൽ ചിലപ്പോൾ അങ്ങനെ തോന്നും. പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ പോലും ഈ നമ്മളെ പറഞ്ഞതിൻ്റെ നേരെ എതിര് ചെയ്ത ആൾക്കാർ പോലും എന്ത് ചെയ്യും, നമ്മൾ ഈ പറഞ്ഞ ടേംസിൽ തന്നെ എത്തും. നല്ല സ്ട്രോങ് എന്തെങ്കിലും ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ വരും. അതായത് പേര് ഞാൻ പറയുന്നില്ല, മുമ്പുണ്ടായിരുന്നൊരു ബ്ലോഗർ, മുമ്പ് ഇപ്പോഴും ഉണ്ട്. ഞാനാളെ ചെറിയ ഫോളോവേഴ്സുള്ള സമയത്ത് ഫോളോ ചെയ്തിട്ടുള്ള, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള. ഇപ്പം ആള് മില്യൺസ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ ആൾക്ക് വ്യൂസ് ഒക്കെ ഭയങ്കര കുറവാണ്, ഭയങ്കര കുറവാണ്. ഞാൻ അന്ന് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള കാരണം വെച്ചാൽ അത്രയും ക്വാളിറ്റി കോണ്ടന്റ് ആണ്. ക്വാളിറ്റി പിന്നീട് ഫോളോവേഴ്സ് കൗണ്ട് വന്നു തുടങ്ങി. പിന്നെ മൊത്തത്തിലേക്ക് എന്ത് ചെയ്യുന്നു, പോർഷ്യ ലൈഫിലേക്ക് മാറി തുടങ്ങി. അതായത് അത് മാത്രം ഇങ്ങനെ കാണിക്കുക എന്നുള്ള കോൺസെപ്റ്റിലേക്ക് മാറി. ഞാൻ എന്തിനാണ് അവളെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് അത് വരാണ്ടായി. അപ്പൊ ഞാനും കാണാതായി. പിന്നെ മൂപ്പര് മൊത്തം ലൈഫ് സ്റ്റൈൽ ആ ഒരു പരിപാടി കാര്യങ്ങള്. ഞാൻ ചോദിക്കുന്ന വെച്ചാല് വെല്ലോന്റെ വണ്ടി ഇങ്ങനെയാണെന്നുള്ള കുറെ കണ്ടിട്ട് എനിക്ക് എന്താ കിട്ടാള്? നമുക്ക് എന്ത് വാല്യൂ കിട്ടും? നമുക്ക് എന്ത് വാല്യൂ? അത് ഞാൻ ബാക്കിയുള്ളവർ കാണുന്ന തെറ്റെന്നല്ല എന്റെ പെർസ്പെക്റ്റീവ്. വേറെ പ്രശ്നമുണ്ട്, അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു ന്യൂനപക്ഷമായിരിക്കും സോഷ്യൽ മീഡിയ. പക്ഷെ ഇത് ഞാൻ പറയുന്നത് ഓക്കെയാണ്, പക്ഷെ തിരിച്ചടിക്കും. അതേ ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ കണ്ടില്ല, എനിക്കത് കാണുന്നത് വലിയ താല്പര്യമില്ല, ഞാനത് കണ്ടിട്ടില്ല. ഞാൻ പിന്നെ പോയി മൂപ്പര് ഇത് ഇങ്ങനെ ഇതിന് ഫസ്റ്റ് ടൈം നല്ല വ്യൂസ് കിട്ടും. അതാണ് ഇതിന്റെ ഇത്. ഫസ്റ്റ് ടൈം നല്ല വ്യൂസ്. പക്ഷെ ഇതന്നെ ഇങ്ങനെ 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 പോയി ആൾക്കാരെ, ഈ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ സൈക്കോളജി എന്ന് പറയുന്നത് എൻ്റെ ഡിഫറൻസ് ആണ്. ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ഇട്ടരും.
ഡെഫിനറ്റ്ലി ഒരുപാട് പേരെ കേസുകളാണ്, ഒരുപാട് ഇങ്ങനെ കൊണ്ടിട്ട് ഇങ്ങനെ കിട്ടും ഒരുപാട് പേര്. പൊതുവെ മലയാളികളുടെ സ്വഭാവം തന്നെയാണ്. മലയാളികൾ എന്നല്ല, അത് മലയാളികൾ കുറ്റം പറയാൻ പറ്റില്ല, മനുഷ്യന്റെ നേച്ചർ അങ്ങനെയാണ്. മലയാളികൾ ഇങ്ങനെ മോശം ആൾക്കാരല്ല. അല്ല, അത് പണ്ട് മുതൽ അങ്ങനെ പറയാറുണ്ട്. നമ്മളെ തലയിലേറ്റി നടക്കും, അത് കഴിഞ്ഞിട്ട് നമ്മള് അതല്ല പുറത്ത് നോക്കി കഴിഞ്ഞാൽ ഉത്തരേന്ത്യയിലേക്ക് നോക്കി കഴിഞ്ഞാൽ അതിന് പറ്റാ. അപ്പോ അതൊന്നും ഉത്തരേന്ത്യയിലേക്ക് ഇതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് ഈ ഉത്തരേന്ത്യൻ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ചെറുത് തമിഴ്നാട്ടില്, ഇവിടൊക്കെ ഇത് അപ്പുറം നടന്നുകൊണ്ടിരിക്കും. ഇതിനേക്കാൾ വലിയ ഫൈറ്റാണ് തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിയേറ്റേഴ്സിന്, നമ്മുടെ നാട്ടിൽ നടക്കാത്തത്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, അപ്പൊ മൂപ്പര് ഇതിങ്ങനെ കാണിച്ചു തുടങ്ങിയെന്ന് വെച്ചാൽ പിന്നെ വിവാദങ്ങൾ പെടാൻ തുടങ്ങി. വിവാദങ്ങളിൽ നന്നായിട്ട് പെട്ട്, പിന്നെ നല്ലൊരു വിവാദത്തിൽ പെട്ട്, പിന്നെ ഇങ്ങനെ പിന്നെ ആളെ ടോക്ക്, അതായത് നമ്മൾ ചിന്ത ഉണ്ട് നമുക്ക് ഇത്ര കുറെ ഫോളോവേഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയുന്ന ഫോളോവേഴ്സ് ഏറ്റെടുക്കുന്നുള്ളത് എന്തും പറയാന്നുള്ള സാധനമുണ്ട്. അത് വെറും പൊട്ടത്തരാണ്. എന്തും പറയാൻ നമ്മളവർ വിശ്വസിക്കും. പിന്നെ ചില കാര്യങ്ങൾ, ചില കാര്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒരു കോമഡി പീസ് ആയിട്ട് മാറും. ഇത് ഇതേപോലെ ആയി ലാസ്റ്റ് എന്ത് ചെയ്തു, അത് നമ്മൾ നേരത്തെ പറഞ്ഞ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്തു മാത്രമല്ല, മൂപ്പർക്ക് ഭയങ്കര കട്ട് ഓഫ് ആയി റീച്ച്, ഭയങ്കര രീതിയിൽ മോശം അടിയിലേക്ക് പോയി. എന്നാൽ മൂപ്പരേക്കാൾ മുമ്പ് തുടങ്ങിയ ഒരു വ്ളോഗർ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ആൾക്ക് എന്താണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത് അതിനിപ്പോഴും ഉണ്ട്. ഇത് ആളൊരു ബ്രാൻഡാ. ആള് ഈ ഒന്നാമത്തെ പറഞ്ഞ ഒരാൾ വന്നിട്ട് പറയണ ഇന്ന സ്ഥലത്ത് ഇങ്ങനെയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വിശ്വസിച്ചോളന്നില്ല. ഞാൻ വിചാരിക്കും അത് പ്രൊമോഷനാണ് അതിങ്ങനെ. പക്ഷെ ഇയാൾ എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കും അടിപൊളിയാണ്. ആളൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്തിട്ട് ആ ട്രസ്റ്റ് ഇതിന് പൊളിച്ചിട്ടില്ല. ഇതൊക്കെ ഇതിനെ ബേസ് ചെയ്തിട്ടിരിക്കും. എല്ലാവരും നല്ല എല്ലാവരും പേഴ്സണൽ ബ്രാൻഡ് തന്നെ. പക്ഷെ സ്ട്രോങ് പേഴ്സണൽ ബ്രാൻഡ് ആരൊക്കെ, ഇതാണ് ചോദ്യം. ആരൊക്കെ നമ്മൾ വിശ്വസിക്കും? ഇതിന് ഞാൻ ഈ പറഞ്ഞ അതേ ഉദാഹരണങ്ങൾ പല ആൾക്കാരും ക്രിയേറ്റേഴ്സിലുണ്ട്. അതെ, നമ്മളിപ്പോൾ പേഴ്സണൽ ബ്രാൻഡിങ് എന്ന് പറയുമ്പോൾ കൂടുതലും വരുന്നത് നമ്മളെ ഫേസ്, അതായത് റിയൽ ക്യാരക്ടേഴ്സ് ആയിരിക്കും. പക്ഷേ സോഷ്യൽ മീഡിയ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ കൂടുതലും വരുന്നത് റിലേറ്റഡ് കണ്ടന്റാണ്. അപ്പോൾ ആ ഒരു കേസിൽ ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഇതും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്തായിരിക്കും വരാൻ ചാൻസ്? അതായത് ഓവർകം ചെയ്യാൻ ചാൻസ് ഉണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇത് ശരിക്ക് ഭയങ്കര ഓപ്പർച്യൂണിറ്റിയാ. ബേസിക്കലി നമ്മളെല്ലാരും മടിയന്മാരാ. എന്തിന്? കോണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഹെഡുകൾ വരിക. ചിലവർക്ക് അറിയില്ല, ചിലവർക്ക് മടി മാത്രമല്ല, നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യണം നല്ല രീതിയിൽ. ടൈമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യും. നമുക്കൊരു 3 മണിക്കൂർ ഫിലിം കാണാന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ കൊണ്ട് നമ്മളെ ക്ലയൻസിന് ഒരു 10-15 വീഡിയോസ് ചെയ്യും. ആണോ? ഓക്കെ. ബേസിക്കലി നമ്മൾ മടിയന്മാരായതുകൊണ്ടാണ് നമ്മൾ എക്സ്ക്യൂസ് കണ്ടെത്താണ്. അതിന് ടൈം ഇല്ല അല്ലെങ്കിൽ ഇതില്ല എന്നുള്ള സാധനം. ഇത് നമുക്ക് മാൻഡേറ്ററി ആയിട്ടുള്ള സാധനമാണ്, ഉറപ്പായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതിന് ടൈം ഇല്ല എന്ന് പറയുന്നത് ശരിക്കും ഒരു എക്സ്ക്യൂസ് ആണ്. പിന്നെ വെച്ചാല് ആ പ്രോസസ്സ് ഭയങ്കര ടഫ് ആയതുകൊണ്ടാണ്. അതായത് എന്ത് ചെയ്യണം, സ്ക്രിപ്റ്റ് പഠിക്കണം, പിന്നെ അതാക്കണം. ഞാൻ ചോദിക്കണെന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിലൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് കൊണ്ട് ആവശ്യമില്ല. ഞാൻ ഇപ്പം ഇത്ര നേരം ഇന്ന് സംസാരിച്ച സ്ക്രിപ്റ്റ് ഉണ്ടല്ല. എന്നോട് വേറെ ടോപ്പിക് പറഞ്ഞാൽ അവിടെ ബബ അടിയും. നമ്മൾ ഏതൊക്കെ സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേറെ ഏതെങ്കിലും സബ്ജക്ട് എനിക്ക് പറ്റൂല. എനിക്ക് സംസാരിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യവും എനിക്ക് സംസാരിച്ച അടിപൊളിയായിട്ട് വരുന്ന കാര്യം ഇതാണ്. എനിക്ക് എഫേർട്ടില്ല. ബേസിക്കലി നമ്മൾ എന്ത് ചെയ്യുന്നു, റീച്ചിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുന്നു, സംസാരിക്കാൻ നോക്കുന്നു. അത് കാണാതെ പഠിക്കുന്നു, അതിന്റെ എഫേർട്ട് വേറെ. അത് ക്യാമറ മുമ്പിൽ സംസാരിക്കുന്നു, അതിന്റെ എഫേർട്ട് വേറെ. മൊത്തത്തിൽ മടുത്ത് പരിപാടി നിർത്തും. അതായത് നമ്മൾ ഈ വീഡിയോ ക്രിയേഷൻ അല്ല കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞു വരുമ്പോൾ മടി വരും. അപ്പൊ അതെന്താ വെച്ചാൽ മടി എന്ന് പറയുന്നത് നമ്മൾ റീച്ചിലേക്ക്, ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ട് കണക്റ്റഡാ. നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിന് പ്രശ്നങ്ങൾ. അതായത് റീച്ച് ഉദ്ദേശിക്കുമ്പോൾ ആ തരത്തിലുള്ള കണ്ടന്റ് ഉണ്ടാകാൻ നോക്കിയിട്ട് അതിന്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഹെഡേക്ക് ആയിട്ട് ലാസ്റ്റ് നമ്മളെ പരിപാടി ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. മറിച്ച് സിമ്പിൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടൊരു പേജ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അത് മനസ്സിലായി. പക്ഷെ അതില് നമ്മളിപ്പോ അതിനെ കുറിച്ചിട്ട് അതിലേക്കാണ് വരുന്നത്. അപ്പോൾ ഞാൻ സംസാരിക്കുന്നു, എനിക്ക് ആ എഫേർട്ട്ലെസ് ആയി, എനിക്ക് സിമ്പിളായിട്ട് പോകുന്നു. ഇതാണ് അതിന്റെ സിമ്പിൾ പ്രോസസ്സ്. നമ്മളെ പല ക്ലയൻസിലും ചെയ്തിട്ടുള്ള സാധനം കൂടിയാണ്. ഓക്കെ, അപ്പോഴാണ് AI വരുന്നത്. അപ്പൊ എന്ത് ചെയ്ത് നമ്മളെ പോലത്തെ മടിയന്മാർക്ക് എന്ത് ചെയ്ത് നമ്മള് AI സുഖമാണ്, കുഴപ്പമില്ല, ലെവൽ ലാബ്സ്, ഹൈജിൻ അല്ലേ വരിക. ഓക്കെ, ഇങ്ങനത്തെ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് സിമ്പിൾ. ഞാൻ ആഡ് വരെ കണ്ടിരുന്നു, ബിസിനസ് ഓണേഴ്സ് പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി കഷ്ടപ്പെടണം, നിങ്ങളെ ടൈം അത് പറഞ്ഞിട്ട് ഫോട്ടോ കൊടുത്താൽ മതി തന്നെ. എനിക്കത് കണ്ടപ്പോ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ഫീൽ ചെയ്തത്. ഇതെല്ലാരും ചെയ്യും. കാരണം വെച്ചാല് ഒരു ഏജൻസിക്ക് പൈസ കൊടുക്കണം, അത്യാവശ്യം എമൗണ്ട് കൊടുക്കണം പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ഞാൻ അതിന്റെ സ്ട്രാറ്റജിയിൽ ഒരു പേഴ്സണൽ സ്ട്രാറ്റജിസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പേയ്മെന്റ് കൊടുക്കേണ്ടി വരും. കുഴപ്പമില്ലാത്തൊരു പേയ്മെന്റ് ഉണ്ടാവും. ഇതൊക്കെ കട്ട് ഓഫ് ചെയ്തിട്ട് ചെറിയൊരു പേയ്മെന്റിന് ഇതൊക്കെ ചെയ്യാം. ഇത് ചെയ്യാം. പക്ഷേ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബാക്കിയുള്ളവരെ സംബന്ധിച്ചിട്ട്.
ഇങ്ങനെ എല്ലാവരും ചെയ്യുന്ന സമയത്ത് റിയൽ വോയിസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പോൾ യൂട്യൂബിലായാലും സോഷ്യൽ മീഡിയയിലായാലും എല്ലാവരും പരത്തിക്കൊണ്ടിരിക്കും റിയൽ വോയിസ്, റിയൽ ഹ്യൂമൻസ് സംസാരിക്കും. എനിക്കത് വേറെ ഏതോ ഒരു സബ്ജക്റ്റായിട്ട് എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ എനിക്കത് ഓർമ്മ വരുന്നില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ആ റിയൽ വോയിസിന് വേണ്ടിയിട്ട്, അതായത് ഇത്രയും ആൾക്കാർ സംസാരിക്കുകയാണ്, ഇത്ര ആൾക്കാർ റോബോട്ട് പോലെ സംസാരിക്കുമ്പോൾ എങ്ങനെ പോയാലും നമുക്ക് റോബോട്ട് പോലെ ആവുള്ളൂ. പക്ക ജെനുവൻ നമ്മൾ ഈ സംസാരിക്കുന്ന കോൺസെപ്റ്റിലേക്ക് ഇതുവരെ വന്നിട്ടില്ല. ഇനി വരുമെന്നൊക്കെ അറിയില്ല. എന്തായാലും ഇപ്പോഴത്തെ നിലവിലെ ഇത് വെച്ചിട്ട് നമ്മളെ കറക്റ്റ് സാധനം നമുക്ക് ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ഒന്നുകൂടി കണക്ഷൻ ബിൽഡ് ചെയ്യാൻ നമ്മളെ, അതായത് ഇതിന് പകരം ആവില്ല എന്നാണ്. ഇതിന് പകരം അതായത് അത് കാണുന്ന ആൾക്കാരുണ്ടാവാം. അതായത് ഇത്രയും മടിവാരുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് കോമ്പറ്റീഷൻ കൂടും. അത് കോമ്പറ്റീഷൻ എന്തായാലും കൂടും, പക്ഷെ അതിൽ സ്റ്റാൻഡേർഡ് ചെയ്ത് നിൽക്കാം. നിങ്ങൾ വീഡിയോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റാൻഡേർഡ് ചെയ്ത് നിന്നു. കാരണം ആൾക്കാർക്ക് മനസ്സിലാവും കോണ്ടന്റ് ഏതാണ് മറ്റേത് ഏതാണെന്ന് കൃത്യമായിട്ടും മനസ്സിലാവും. പിന്നെ വെച്ചാൽ നമ്മൾ എന്താണ് ബിൽഡ് ചെയ്യുന്നത്? പേഴ്സണൽ ബ്രാൻഡ് അല്ലേ. നമുക്ക് ആളുകളോട് നിന്നിട്ട് കുറച്ചു നേരം ക്യാമറ നോക്കി സംസാരിക്കാൻ സമയമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഇതിന് നിൽക്കുന്നത്? നിങ്ങൾ മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവ് പിടിച്ചോ, കുഴപ്പമില്ല, ഒരു പ്രശ്നമല്ല അതിന്. പക്ഷെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യണം, എൻ്റെ വാല്യൂസ് ആൾക്കാരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഓക്കെ, യൂസഫിൽ സംസാരിക്കുന്നവർക്ക് യൂസഫിലിന്റെ റോബോട്ടിനെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, യൂസഫിൽ തന്നെ സംസാരിക്കണ്ടല്ലേ, എന്നാലും എല്ലാവരും കണക്ഷൻ ഫീൽ ചെയ്യുള്ളൂ. വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന അല്ല, അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് നിങ്ങൾ പറഞ്ഞ അതേ പ്രശ്നം എനിക്കുണ്ട്. കാരണം എനിക്കറിയാം കണ്ടന്റ് കാണുന്ന സമയത്ത് ഒരു, അതായത് അത് നമുക്ക് പഴകിയിട്ടില്ല. മാത്രമല്ല തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യാച്ചാല് റിയൽ ആയിട്ട് ചെയ്യണ പറയാം. ഞാനും അത് തന്നെയാണ് സജസ്റ്റ് ചെയ്യുക. ഞാൻ അങ്ങനെ അല്ലെങ്കിലും എനിക്ക് കൂടുതൽ കാണാൻ താല്പര്യം, അല്ലെങ്കിൽ റിലേറ്റഡ് കണ്ടന്റ് വരുന്ന സമയത്ത് സ്കിപ്പ് ചെയ്യാൻ ടെൻഡൻസി കൂടുതലാണ്. ഇതിന്റെ പ്രോബ്ലം, നമ്മൾ ആ സാധനത്തിന്റെ പ്രോബ്ലം എടുത്തു കഴിഞ്ഞാൽ കോണ്ടന്റ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് കോണ്ടന്റ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മൾ റീച്ചിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. റീച്ചിനെ ബേസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ക്രിപ്റ്റുകൾ കാണാപാഠം പഠിക്കണം. ഡെഫിനറ്റ്ലി ചിലവർക്ക് അടിപൊളിയായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ആ പ്രോസസ്സ് ഭയങ്കര ടൈറ്റ് ഇരിക്കും. പ്രോസസ്സ് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? മടുക്കും. പിന്നെ അതിന് റിസൾട്ട് കൂടി കുറവാണെന്നുണ്ടെങ്കിൽ, മീൻസ് നമ്മളെല്ലാവരും റിസൾട്ട് എന്ന് പറഞ്ഞാൽ 1000 ആൾക്കാരിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ട 1000 ആൾക്കാർ നമ്മളെ കണ്ടു എന്നുള്ളതാണ്. പക്ഷെ അവിടെ പോരാ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആ മടിയുള്ളത് കൊണ്ട് മാത്രം ഇതിലോട്ട് പോകരുതെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യാം. നിങ്ങളൊരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ റിയൽ ആയിട്ട് സംസാരിക്കാം, റിയൽ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എന്നാൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാം. ഓക്കെ മനസ്സിലായി. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് അതിൻ്റെ ഒപ്പം. ഇതിൻ്റെ ഒപ്പം വീഡിയോ പ്രസന്റ് ചെയ്യണ മാത്രമല്ല, ആയതുകൊണ്ട് നമുക്ക് കോണ്ടന്റ്സിന് ഒരു ക്ഷാമല്ല ഇപ്പം. അതായത് ആഷിക്കിന് ഒരു പേഴ്സണൽ ബ്രാൻഡിനെ കുറിച്ച് സംസാരിക്കണം, ഒരു വേദി കെട്ടി ഇഷ്ടം പോലെ സാധനങ്ങൾ സംസാരിക്കുക. എന്ത് ചെയ്യും? ചാറ്റ്ജിപിറ്റിന്ന് കിട്ടും, ജെമിനിന്ന് കിട്ടും, ക്ലൗഡിന്ന് കിട്ടും, ബാക്കി പല ഇതിൽ നിന്നും കിട്ടും. അപ്പൊ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പൊ അവൈലബിൾ ആണ്. അപ്പൊ ഇതെല്ലാവർക്കും പറഞ്ഞു. അപ്പൊ ഇതിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ ആഷിക്കിൻ്റെതായ എക്സ്പെർട്ടീസ് വേണം. നമ്മള് സ്റ്റാർട്ടപ്പിന്റെ കേസിലോട്ട് വരുമ്പോൾ യൂണീക് സ്റ്റൈൽ, എന്തെങ്കിലും യൂണീക്ക് ആയിട്ട് എന്തെങ്കിലും നമ്മൾ അതായത് എക്സ്പെർട്ടീസ് ഉണ്ടെങ്കിൽ ആഷിക്കിന് എന്ത് ചെയ്യും? ആഷിക്കിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ആൾക്കാർക്ക് എന്ത് ചെയ്യും? ആഷിക്ക് ഇപ്പൊ ഞാൻ എന്റെ ചില കാര്യങ്ങൾ വെച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി റിലേറ്റബിൾ ആവാം. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടേതായുള്ള എക്സ്പെർട്ടീസ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ അടിപൊളിയായിട്ട് സംസാരിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഞാൻ ലിങ്ക്ഡിനിലാണ് കണ്ടതെങ്കിലും അതിന് ശേഷമാണ് ഈ സോഷ്യൽ മീഡിയ അതേപോലെ യൂട്യൂബും ഇതൊക്കെ ഞാൻ പിന്നീടാണ് കണ്ടത്. അപ്പോൾ അതിലുള്ള കുറേ പോസ്റ്റ് ഇതൊക്കെ വായിച്ച സമയത്ത് എനിക്ക് തോന്നിയത് ഒരു പോഡ്കാസ്റ്റ് കൊണ്ടൊന്നും നമുക്കിതിൻ്റെ ഫുൾ ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ എന്നാലും നമുക്കിത് ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്താ പറയുക, നമ്മളിത് കാണുന്ന ആൾക്കാർക്ക് കുറച്ചും കൂടി അത് ബെറ്ററായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിലൊക്കെ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതിന് താങ്ക് യു. അതേപോലെ ഇവിടെ വന്നതിനും പോഡ്കാസ്റ്റിൽ പങ്കെടുത്തതിനും എന്തായാലും താങ്ക്സ്. സോ നമ്മൾ പറഞ്ഞല്ലോ ടൈമിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളിലോട്ടൊന്ന് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മളിത് വൈൻഡപ്പ് ചെയ്യാണ്.